നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എം നിഖിൽകുമാർ. ഞാൻ ദേവിക ബൈജു. ഇതിൽ നമുക്കറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഡൽഹി മുഖ്യമന്ത്രിയായ രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മറ്റ് അനവധി വാർത്തകളും. ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരം അത് ഏറെ നിർണായകമാണ്, പ്രത്യേകതകളുള്ളതാണ്. കാരണം ചാമ്പ്യൻസ് ട്രോഫി മത്സരം പാകിസ്ഥാനിലാണ് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല, പകരം ഇന്ത്യ ദുബായിലാണ് കളിക്കുന്നത്. അപ്പോൾ ദുബായിൽ ഇന്ന് ഇന്ത്യയുടെ ആദ്യ മത്സരമുണ്ട്. ബംഗ്ലാദേശാണ് എതിരാളികൾ. ഒപ്പം തന്നെ രഞ്ജി ട്രോഫിയിലേക്ക് വന്നാൽ കേരളത്തിന് നിർണായകമായ ഒരു ദിവസമാണ്. അങ്ങനെ കായിക മേഖലയിലും നിരവധി വാർത്തകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാൻ ഇന്നലെ തോൽവിയോടെ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രധാന വാർത്തകൾ കാണാം അല്ലേ. ഡൽഹിയെ നയിക്കാൻ രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഇന്ന് രാംലീല മൈതാനിയിൽ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്ത് വിപുലമായ ആഘോഷം. ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് മുന്നിൽ മുട്ടുമടക്കി സർക്കാർ. UGC കൺവെൻഷൻ സർക്കുലർ തിരുത്തി. UGC റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ക്ഷാമബദ്ധ കുടിശ്ശിക സംബന്ധിച്ച ബജറ്റ് പ്രസംഗത്തിൽ ആശയക്കുഴപ്പത്തിലായി സർക്കാർ ജീവനക്കാർ. ഏപ്രിൽ 1 ഗഡു നൽകുമെന്ന് ധനമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധം. ഏപ്രിലിന് മുൻപ് കുടിശ്ശിക നൽകിയാൽ അധിക നികുതി എടുക്കേണ്ടി വരും എന്നതിലും ആശങ്ക. ജനം ബ്രേക്കിംഗ്. കണ്ണൂരിൽ ക്ഷേത്രഭൂമി അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് അനുവദിച്ച് പട്ടയം നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി. ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ പട്ടയം അനുവദിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചെന്നും വിമർശനം. വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം TV. സമരം ഘടിപ്പിച്ച് ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മഹാസംഗമം. വേതന വർധന അടക്കം ആവശ്യപ്പെട്ടുള്ള സമരം 12ാം ദിവസത്തിലേക്ക്. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ. കൊല്ലപ്പെട്ട 4 ബന്ധികളുടെ മൃതദേഹം ഇന്ന് ഇസ്രയേലിന് കൈമാറാൻ ഹമാസ്. പലസ്തീൻ തടവുകാരുടെ കൈമാറ്റം ഇന്നുണ്ടാകില്ല. മുഴുവൻ ബന്ധികളെയും കൈമാറാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചതായി സൂചന. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരം. എതിരാളികൾ ബംഗ്ലാദേശ്. മത്സരം ഉച്ചയ്ക്ക് 2:30. രഞ്ജി ട്രോഫി സെമിഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് മികച്ച സ്കോറിലേക്ക്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ഡൽഹിയിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. ഉച്ചയ്ക്ക് 12:35 രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനിയിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കിയാകും സ്ഥാനാരോഹണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി BJP ഓഫീസിൽ നിന്ന് ES നന്ദഗോപനും രാംലീല മൈതാനിയിൽ നിന്നും ഗൗതം അനന്തനാരായണനും ചേരുകയാണ്. ആദ്യം നന്ദനിലേക്ക് കടക്കുമ്പോൾ, നന്ദൻ, ഇന്ന് BJP ഓഫീസിൽ വളരെ വിപുലമായ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. നമുക്ക് അതിനു മുമ്പ് ഗൗതത്തിലേക്ക് പോകണമെന്നുണ്ട്. കാരണം രാംലീല മൈതാനി അത് ഒരുങ്ങി ഇരിക്കുകയാണ് ഇന്നത്തെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഗൗതത്തിലേക്ക് പോകാൻ തോന്നുന്നല്ലേ? ശരി, ഗൗതം തുടരുന്നുണ്ട് രാംലീല മൈതാനിയിൽ. ഗൗതം, എത്രത്തോളം ഉണ്ട് ഒരുക്കങ്ങൾ? കാരണം അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചരിത്ര നേട്ടമാണ് BJP ഡൽഹിയിൽ നേടിയെടുത്തത്. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ അവിടേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങളും അത്രത്തോളം പ്രധാനപ്പെട്ടതാണല്ലോ ഇന്ന്. ദേവിക, ഇന്നിപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് 12:35 BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുക. ഞാൻ നിൽക്കുന്നത് രാംലീല മൈതാനിക്ക് തൊട്ട് മുന്നിലായിട്ടാണ്. ഇവിടെ ഈ മൈതാനിക്കകത്ത് ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നത്തെ ദിവസം രാജ്യതലസ്ഥാനത്ത് അനിവാര്യമാണ്. VVIPകളുടെ നീണ്ട നിര ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഉണ്ടാകും. അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള BJP പ്രവർത്തകരും ഇവിടേക്ക്
നിറഞ്ഞെത്താൻ പോവുകയാണ്. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം ഹരിയാന പോലുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം BJP പ്രവർത്തകർ എത്തുന്നുണ്ട്. അതിനാൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്നു. അതിനാൽ രാവിലെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ പോലും ഈ രാംലീല മൈതാനിക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. നമുക്ക് മൈതാനത്തിന് തൊട്ട് മുന്നിൽ ഈ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. റോഡിൻ്റെ നടുക്ക് ഡിവൈഡറുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഭാരതത്തിൻ്റെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെയും ഒപ്പം ഡൽഹിയിലെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒക്കെ ചിത്രങ്ങളടങ്ങുന്ന ഫ്ലെക്സ് ബോർഡുകളും BJPയുടെ കൊടിതോരണങ്ങളും ഒക്കെ വെച്ച് അലങ്കരിച്ച് ഒരു വലിയ ആഘോഷമാക്കി വിപുലമായ ആഘോഷ പരിപാടികൾ രാജ്യ തലസ്ഥാനത്ത് ഇന്നിപ്പോൾ BJP സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നിമിഷത്തിന് ഇന്നിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് BJP പ്രവർത്തകരെ സംബന്ധിച്ച്. കാരണം 27 വർഷത്തെ കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത്. മാത്രമല്ല ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള വലിയൊരു നീക്കം കൂടി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരമാണ് BJPയുടെ നിയമസഭാ കക്ഷിയോഗം ഡൽഹിയിലെ പന്ത് മാർഗിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്നത്. അവിടെ രേഖാ ഗുപ്തയെ പുതിയ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു, നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം രേഖാ ഗുപ്ത ഡൽഹിയിലെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. 1992 ABVPയിലൂടെ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 96-ലും 97 കാലഘട്ടങ്ങളിൽ DUSUവിൻ്റെ ഡൽഹി സ്റ്റുഡൻസ് യൂണിയൻ, ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ്റെ അധ്യക്ഷയായിരുന്നു. അതിനുശേഷം പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് കടക്കുന്ന ഘട്ടത്തിൽ കൗൺസിലറായും യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായും ദേശീയ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചു. മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷയാണ് നിലവിൽ. കൂടാതെ ഡൽഹി ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അങ്ങനെ വളരെ താഴെ തട്ടിൽ നിന്നും സംഘടനയുടെ ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച് മുന്നിലേക്ക് വന്നിട്ടുള്ള രേഖാ ഗുപ്ത എന്ന ഗ്രൗണ്ട് ലീഡറിനെ തന്നെ, പ്രത്യേകിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രിയെ രാജ്യ തലസ്ഥാനത്തിന് BJP സമ്മാനിക്കുകയാണ്. BJPയുടെ പാർലമെന്ററി ബോർഡ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി ബോർഡിൻ്റെതാണ് ഈ ഒരു തീരുമാനം. പിന്നീടത് മുഴുവൻ MLA-മാർക്കും സ്വീകാര്യമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. അതിനാൽ മറ്റ് അഭിപ്രായങ്ങളും ഉയർന്നു വന്നില്ല. അതിനാൽ ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ പന്ത് മാർഗിൽ ചേർന്ന BJPയുടെ നിർണായക നിയമസഭാ കക്ഷിയോഗം രേഖാ ഗുപ്തയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നതോടെ ഡൽഹിയുടെ 8ാമത്തെ മുഖ്യമന്ത്രിയായി ഇന്നിപ്പോൾ രേഖാ ഗുപ്ത ചരിത്ര പ്രസിദ്ധമായ രാംലീല മൈതാനിയിൽ ചുമതലയേൽക്കാൻ പോകുകയാണ്. ഭാരതത്തിൻ്റെ 18ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്നതുകൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. സുചേത കൃപാലിനി 1962 ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ സുചേത കൃപാലിനി മുതൽ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ അദീഷിയും നിലവിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഉൾപ്പെടെ രാജ്യത്ത് നിലവിൽ 17 വനിതാ മുഖ്യമന്ത്രിമാരുണ്ട്. ഇന്നിപ്പോൾ രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മുടെ മഹത്തരമായ രാഷ്ട്രത്തിൻ്റെ 18ാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടി രേഖാ ഗുപ്ത അറിയപ്പെടും. രാജ്യ തലസ്ഥാനത്തെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. മുൻപ് BJPയുടെ തന്നെ സുഷമ സ്വരാജ് 1998 ഒക്ടോബർ മുതൽ 52 ദിവസം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം പിന്നീട് ഷീല ദീക്ഷിത് 1998 മുതൽ 2013 വരെ 15 വർഷക്കാലം തുടർച്ചയായി ഡൽഹി മുഖ്യമന്ത്രിയായി. ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസിൽ രാജിവെക്കേണ്ട പശ്ചാത്തലത്തിൽ അദീഷി മർലീന പിന്നീട് ചുരുങ്ങിയ കാലത്ത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു. അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് ഇതുവരെ 3 വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. രേഖാ ഗുപ്ത ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ 5ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് രേഖാ ഗുപ്ത അറിയപ്പെടും. മുൻപ് BJPയിൽ നിന്നുള്ള വനിതകൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഒന്ന് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജ് തന്നെയാണ് ഡൽഹിയിൽ. 1998 സുഷമ സ്വരാജ് ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രി ആയി വരുന്നത്. BJPയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജാണ്. അതിനുശേഷം പിന്നീട് ഉമാഭാരതി, മറ്റൊരു നേതാവ് മധ്യപ്രദേശിൽ നിന്നുള്ള സന്യാസിയായ ഉമാഭാരതി 2003 മുതൽ 2004 വരെ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഒപ്പം വസുന്ധര രാജ സിന്ധ്യ രാജസ്ഥാനിലെ BJPയുടെ പ്രമുഖ മുഖമാണ്. 2003 മുതൽ 2008 വരെയും പിന്നീട് 2013 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ 2 ടേം രാജസ്ഥാനിൽ വനിതാ മുഖ്യമന്ത്രിയായി വസുന്ധര രാജ സിന്ധ്യ ഉണ്ടായിരുന്നു. ഗുജറാത്തിൽ 2014 മുതൽ 16 വരെ ആനന്ദീബെൻ പട്ടേൽ, ഇപ്പോഴത്തെ ഉത്തർപ്രദേശിൻ്റെ ഗവർണറായ ആനന്ദീബെൻ പട്ടേൽ
BJPയുടെ മറ്റൊരു വനിതാ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഇതുവരെ 4 വനിതാ മുഖ്യമന്ത്രിമാരെ രാജ്യത്തിന് സമ്മാനിച്ച BJP ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഭരണചക്രം കൂടി ഒരു വനിതയെ ഏൽപ്പിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉത്തമമായ മാതൃക ഈ മഹത്തരമായ രാഷ്ട്രത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. എന്തായാലും വനിതാ ശാക്തീകരണത്തിൻ്റെ കൂടി മറ്റൊരു പ്രകടമായ ഉദാഹരണമായി രാജ്യ തലസ്ഥാനത്തിൻ്റെ ഭരണചക്രം ഒരു വനിതയെ ഏൽപ്പിച്ചുകൊണ്ട് BJP മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തുകയാണ്. ദേവിക. ഗൗതം, അതോടൊപ്പം തന്നെ പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകുമെന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപനമുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നന്ദഗോപൻ കൂടി ചേരുന്നുണ്ട് BJP ഓഫീസിൽ നിന്ന്. നന്ദൻ, BJP ഓഫീസിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, രേഖാ ഗുപ്തയെ തിരഞ്ഞെടുത്ത സമയത്ത് ഒരു എതിർ ശബ്ദങ്ങൾ പോലും അവിടെ കേട്ടിരുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. കാരണം അത്രത്തോളം പൊതുപ്രവർത്തന രംഗത്തും അല്ലെങ്കിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ള നേതാവ് എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തകരും കൂടി ഈ ഒരു പ്രഖ്യാപനത്തെ ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലേ? ദേവിക, ഇന്നിപ്പോൾ ഡൽഹി ആസ്ഥാനം കേന്ദ്രീകരിച്ചല്ല ആഘോഷ പരിപാടികൾ. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഡൽഹിയുടെ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ നടക്കുന്നു. ഡൽഹിയിൽ മാത്രമല്ല, ഹരിയാനയുടെ പുത്രി എന്നാണ് ഇന്നലെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി രേഖാ ഗുപ്തയെ വിശേഷിപ്പിച്ചത്. രേഖാ ഗുപ്തയുടെ ജനനം ഹരിയാനയിലെ ജിന്ദ് ജില്ലയിലായിരുന്നു. 2ാം വയസ്സിലാണ് തൻ്റെ അച്ഛൻ്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് എത്തുന്നത്. തുടർന്നാണ് ഇവിടെ ഡൽഹി കേന്ദ്രീകരിച്ച് പിന്നീട് പഠനവും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയത് ഡൽഹി കേന്ദ്രീകരിച്ചാണ്. അങ്ങനെ രേഖാ ഗുപ്ത ഇന്നിപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഡൽഹി ഓഫീസിൽ മാത്രമല്ല ആഘോഷ പരിപാടികൾ. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങൾക്ക് പുറമെ ഹരിയാനയിലും രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 12:35 ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ ഈ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 30,000-ലധികം അതിഥികൾക്കാണ് ഇന്നിപ്പോൾ ക്ഷണമുള്ളത്. അതിൽ VVIPകളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ അവിടെ ഉണ്ടാകും. അതിനൊപ്പം ഡൽഹിയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അതേപോലെ തന്നെ ക്ഷണിക്കപ്പെട്ടവർ, വിവിധ മേഖലകളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ടാകും. പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളികൾ, അതേപോലെ തന്നെ ആശാ വർക്കർമാർ അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്നുമുള്ള ക്ഷണിക്കപ്പെട്ട പ്രത്യേക അതിഥികൾക്കും ഇന്നിപ്പോൾ ഈ രാംലീല മൈതാനിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. 12:35 ഈ പരിപാടി നടക്കുന്നത്. അതിന് മുന്നോടിയായി നേതാക്കളൊക്കെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ്. ഇന്നലെ ഇവിടെ വെച്ചാണ് രേഖാ ഗുപ്തയെ ഈ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നടന്നത്. ഇവിടെ വെച്ചാണ്. ഇന്നലെയാണ് 48 MLA-മാരുടെ യോഗം, പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ട് അവിടെ രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത്. ഒരേ സ്വരത്തോടുകൂടി 48 MLA-മാരും രേഖാ ഗുപ്തയെ അംഗീകരിക്കുകയായിരുന്നു. കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച ആ പേര് ഒരേ സ്വരത്തോടു കൂടി തന്നെ അംഗീകരിച്ചു. ഒരു എതിർ ശബ്ദങ്ങളും ഉയർന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. അതേസമയം രേഖാ ഗുപ്ത എന്നുള്ള പേര് കൃത്യമായി പുറത്തു വരുന്നത് വരെ, ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ മാധ്യമങ്ങൾക്കോ മറ്റാർക്കുമോ ഇത് ചോർന്ന് കിട്ടിയിരുന്നില്ല എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. എപ്പോഴും വളരെ സർപ്രൈസ് നിറഞ്ഞ, മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ വളരെ സർപ്രൈസാണ് എപ്പോഴും BJP പുലർത്തുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ഒടുവിലായി നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിലടക്കം നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി വീണ്ടും തുടർന്നു വരുമോ എന്നുള്ള അത്തരം ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പേര് ഡിക്ലെയർ ചെയ്യുന്നത് വരെ ഒരു അറിവും അത് സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് രാജസ്ഥാൻ, അതേപോലെ തന്നെ മധ്യപ്രദേശിലൊക്കെ തന്നെ സമാനമായ BJPയുടെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈ നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളത് സംബന്ധിച്ച് യാതൊരുവിധ ഒരു ഐഡിയയും ഈ പുറത്ത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകർക്കോ ചർച്ചകർക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഏതായാലും ഈ രേഖാ ഗുപ്തയുടെ പേര് അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കൂടി ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നാരീശക്തി എന്ന ആശയത്തിലൂന്നി ഡൽഹിയുടെ സമഗ്ര വികസനമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും താഴേക്കിടയിൽ നിന്നും പ്രവർത്തിച്ച്, പ്രത്യേകിച്ച് ഈ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി രേഖാ ഗുപ്ത കാണിച്ച പ്രവർത്തനങ്ങൾ അത് കൃത്യമായി BJP നേതൃത്വം തിരിച്ചറിയുകയും പ്രത്യേകിച്ച് വാർഡ് കൗൺസിലർ എന്ന നിലയിൽ
വടക്കൻ പീതാംബര വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡൽഹി മുനിസിപ്പൽ കൗൺസിലെത്തിയ രേഖാ ഗുപ്ത അവിടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും ആ വാർഡിൻ്റെ തന്നെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കൃത്യമായി BJP നേതൃത്വം വിലയിരുത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ബൂത്ത് ലെവലിൽ തന്നെ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവിന് ഈ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി BJP അവസരമൊരുക്കിയതും അവിടെ വലിയ വിജയത്തോടുകൂടി ആദ്യമായി MLA പദത്തിലേക്ക് എത്തുന്ന രേഖാ ഗുപ്ത ഇന്നിപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശരി നന്ദൻ, എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ രാംലീല മൈതാനിയിൽ നിന്ന് ഗൗതം കൂടി തുടരുന്നുണ്ട്. ഗൗതം, കഴിഞ്ഞ 8-ാം തീയതി തുടങ്ങിയ ആഘോഷമാണ്, 8-ാം തീയതി ഏകദേശം ഒരു 11 മണിയോടുകൂടിയൊക്കെ തുടങ്ങിയ ആഘോഷമാണ് BJPയുടെ. ഇന്നലെ വൈകുന്നേരം വരെ ആഘോഷങ്ങളൊക്കെ BJP ഓഫീസിലായിരുന്നു. ഇത്രയും നേരം നന്ദഗോപൻ നിന്നിരുന്ന ആ ഒരു BJP ഓഫീസിലായിരുന്നു വൈകുന്നേരം വരെ ആഘോഷം. എന്നാൽ ഇന്ന് ആഘോഷങ്ങളെല്ലാം രാംലീല മൈതാനിയിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നുണ്ടാവും, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള JP നദ്ദ എത്തുന്നുണ്ടാവും. മറ്റ് പ്രധാനപ്പെട്ട അതിഥികൾ ആരൊക്കെയാണ്? ഏകദേശം 30,000-ഓളം ആളുകളെ അതിഥികളായി ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗൗതം, മറ്റ് പ്രധാനപ്പെട്ട അതിഥികൾ ആരൊക്കെയാണ്? ഇതിലെ പ്രമുഖ വ്യക്തികളുടെ ഒരു നീണ്ട നിര ഇന്നിപ്പോൾ രാംലീല മൈതാനിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും വലിയ മൈതാനമാണ് രാംലീല മൈതാനം. എല്ലാ വർഷവും ദസറ കാലഘട്ടങ്ങളിൽ, നവരാത്രിയുടെ വിശുദ്ധമായ നാളുകളിൽ രാംലീല ആഘോഷിക്കപ്പെടുന്ന, അധർമ്മത്തിന് മേൽ ധർമ്മത്തിൻ്റെ വിജയത്തിൻ്റെ കാഹളം മുഴക്കുന്ന രാംലീല ആഘോഷിക്കപ്പെടുന്ന ആ ചരിത്രവും അതോടൊപ്പം തന്നെ ആധ്യാത്മികവുമായ കാര്യങ്ങൾക്ക് വേദിയാക്കപ്പെടുന്ന ആ പരിശുദ്ധമായ മൈതാനിയിലാണ് ഇന്നിപ്പോൾ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്നത് ശ്രദ്ധേയമാണ്. അതിലേക്ക് നിരവധി പ്രമുഖ വ്യക്തികൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകും, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ മുഴുവൻ ലിസ്റ്റും, അതായത് 72 കേന്ദ്രമന്ത്രിമാരാണ് ഇന്നിപ്പോൾ ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അവർക്കെല്ലാം ക്ഷണമുണ്ട്. ഒപ്പം BJPയുടെയും NDAയുടെയും മുഴുവൻ മുഖ്യമന്ത്രിമാർ, 20 മുഖ്യമന്ത്രിമാരാണ് ഇന്നത്തെ ചടങ്ങിന് എത്താൻ പോകുന്നത്. BJPക്ക് 15 മുഖ്യമന്ത്രിമാരുണ്ട്, കൂടാതെ മറ്റ് NDA അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ. അങ്ങനെ NDAയുടെ 20 മുഖ്യമന്ത്രിമാരും NDAയുടെ 20 ഉപമുഖ്യമന്ത്രിമാരും, അതായത് വിവിധ സംസ്ഥാനങ്ങളിലായി ഉപമുഖ്യമന്ത്രിമാരുണ്ട്. അങ്ങനെ 20 മുഖ്യമന്ത്രിമാർ, 20 ഉപമുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, MP-മാർ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണമുണ്ട്. ഒപ്പം ബോളിവുഡിലെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക സിനിമാ ലോകത്തെയും ഒക്കെ പ്രമുഖ നടീനടന്മാർക്ക് ക്ഷണമുണ്ട്. അതിലെല്ലാം പ്രാധാന്യത്തോടു കൂടി സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു നീണ്ട നിരയുണ്ടാകും. അത് ഡൽഹിയിൽ മാത്രമല്ല, BJP സർക്കാർ എവിടെയെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു ആ ഘട്ടത്തിൽ നമുക്ക് കാണാം സ്റ്റേജിൻ്റെ ഏറ്റവും മുൻവശത്തായി, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തായി സന്യാസിമാരുടെ ഒരു വലിയ നീണ്ട നിരയുണ്ട്. ആ സന്യാസി സമൂഹത്തിൻ്റെ ആശീർവാദത്തോടു കൂടി, അവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും BJP സർക്കാരുകൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. അതിനാൽ സന്യാസി സമൂഹവും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിമാർ, ഈ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ 20 മുഖ്യമന്ത്രിമാരും 20 ഉപമുഖ്യമന്ത്രിമാരും ഇന്നത്തെ ചടങ്ങിനായി എത്തുന്നുണ്ട്. അതിനാൽ VVIPകളുടെ ഒരു നീണ്ട നിര ഇന്ന് നമുക്ക് രാംലീല മൈതാനിയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നേരം ഡൽഹിയിൽ പുലർന്നു വരുന്നതേ ഉള്ളൂ. ശൈത്യകാലം പൂർണ്ണമായി തന്നെ ഇവിടെ അവസാനിച്ചിട്ടുമില്ല. അതിനാൽ ഒന്ന് സജീവമായി വരുന്നതേ ഉള്ളൂ. അതിനാലാണ് നമുക്കിപ്പോൾ ഈ റോഡിൽ വാഹനങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. BJPയുടെ പ്രവർത്തകരൊക്കെ ഒരു 10 മണിയോട് അടുപ്പിച്ച് ഇവിടെയൊക്കെ കൂടുതലായി എത്തത്തുള്ളൂ. കാരണം 12:35-നാണ് ഈ സത്യപ്രതിജ്ഞ. ഉച്ചയ്ക്കാണ് സത്യപ്രതിജ്ഞയുടെ സമയം. 10 മണി മുതലേ ഈ മൈതാനത്തിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കത്തുള്ളൂ. അതിനാൽ നിലവിൽ BJP പ്രവർത്തകരൊന്നും രാംലീല മൈതാനത്തേക്ക് ഈ സമയത്ത് എത്തിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു 9:30-10 മണിയോടുകൂടി ആ പ്രവർത്തകർ വലിയ തോതിൽ ഈ രാംലീല മൈതാനിയിലേക്ക് എത്തും. ഇപ്പോൾ പ്രവർത്തകരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ സ്വാഗതം ചെയ്യുന്നതിന്, അവർക്ക് ആവേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സുകളാണ് ഏറ്റവും കൂടുതലായി ഇവിടെ ഉള്ളത്. കാരണം രാജ്യത്ത് ഇന്ന് BJP നേടുന്ന ഐതിഹാസികമായ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം എന്നത് നരേന്ദ്രമോദി എഫക്റ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മോദി പ്രഭാവമാണ് രാജ്യത്ത് എല്ലായിടത്തും ഉള്ളത്. ആ മോദി പ്രഭാവം രാജ്യ തലസ്ഥാനത്തും ആഞ്ഞു വീശിയതിൻ്റെ ഫലം തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയിട്ടുള്ള വിജയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത്. അതിനാൽ സ്വാഭാവികമായും BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരെ
ആവേശഭരിതരാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അവരെ കേൾപ്പിക്കുന്നതുമൊക്കെയാണ്. അതിനാൽ ഈ കടന്നു വരുന്ന രാംലീല മൈതാനിയുടെ 2 സൈഡിലായി നിരവധി സ്പീക്കറുകളിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. ഒപ്പം റോഡിൻ്റെ ഇരുവശങ്ങളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും JP നഡ്ഡയുടെയും ഒക്കെ ചിത്രങ്ങൾ, ഒപ്പം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു എൻട്രി നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ പുഷ്പങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ചിത്രങ്ങളും ഒക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. ഈ വഴിയും മീഡിയ എൻട്രിയാണ്, അതായത് മാധ്യമങ്ങൾക്ക് എൻട്രി നമ്മൾ ഈ കാണുന്ന ഗേറ്റിലൂടെയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. ഏതാണ്ടൊരു 9:30-10 മണിക്ക് അടുപ്പിച്ചാകും ഒരുപക്ഷെ മീഡിയയ്ക്കും എൻട്രി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലായിടത്തും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിഖിൽ, ശരി, അങ്ങനെ തന്നെയാണ്. എന്തായാലും 12:25 സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. അവസാന വട്ട ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങളും അത്രത്തോളം പ്രധാനം ആണ് ഇന്നത്തെ ഒരു ദിവസം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, കാരണം സത്യപ്രതിജ്ഞയുടെ മുഴുവൻ വിവരങ്ങളും ദൃശ്യങ്ങളുമൊക്കെ ജനൻ TV പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കും. അതിനുള്ള സംവിധാനങ്ങൾ, സജ്ജീകരണമൊക്കെ ജനൻ TVയും രാംലീല മൈതാനിയിൽ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ അമർഷം പ്രകടിപ്പിച്ചതിന് പിന്നാലെ UGC കരട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ സർക്കാർ തിരുത്തി. UGC കരടിനെതിരായ എന്നതിന് പകരം UGC റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി. സർക്കാർ ചിലവിൽ കൺവെൻഷൻ നടത്തുന്നതിനുള്ള സർക്കുലർ ചട്ടവിരുദ്ധമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ച് അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ തിരുത്തൽ. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമ്മൾ ഇന്നലെ ഈ വാർത്ത ഇന്നലെ നൽകിയിരുന്നു. അതിന് ഇപ്പോൾ ഗവർണറുടെ ഒരു ഇടപെടൽ അതിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ സർക്കാരിന് ഒരു തിരുത്തൽ അതിൽ ആവശ്യമുണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. നിഖില, ഇന്നാണ് ദേശീയ കൺവെൻഷൻ UGC ചട്ട ഭേദഗതിക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന കൺവെൻഷൻ ഇന്ന് തലസ്ഥാനത്ത് നടക്കുകയാണ്. രാവിലെ 10:30 തിരുവനന്തപുരത്ത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രിയാണ് ഔദ്യോഗികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. BJP ഇതര സർക്കാരുകളെയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെയും ഒപ്പം ചേർത്തുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കുക കേന്ദ്ര സർക്കാരിനെതിരെയും UGCക്കെതിരെയും എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷന്റെ പ്രധാനപ്പെട്ട അജണ്ടയും ഉദ്ദേശവും. കേരളത്തിന് പുറമെ തെലങ്കാന, പഞ്ചാബ് അടക്കമുള്ള, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. സർക്കാർ ചെലവിൽ വേണം ഈ പരിപാടി സംഘടിപ്പിക്കാൻ. ഓരോ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോട്ട തിരിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. പൂർണ്ണമായും സർവകലാശാലകളുടെ തനത് ഫണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വേണം ഈ പരിപാടി സംഘടിപ്പിക്കാൻ എന്നതായിരുന്നു അവിവാദ ഉത്തരവ്. ഈ ഉത്തരവ് പിന്നീട് വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും കേരള സർവകലാശാലയുടെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ അടക്കമുള്ളവർ സംസ്ഥാനത്തിന്റെ ചാൻസലറും ഗവർണറുമായ ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ ഇത് അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഗവർണർ ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടൽ നടത്തുകയുണ്ടായി. ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയതിലും ഒപ്പം തന്നെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നടപടിയും ഗവർണർ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ നേരിട്ട് ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ഉത്തരവ് ചില തിരുത്തലുകൾ വരുത്തുന്ന സാഹചര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അവർ സ്വീകരിച്ചിരിക്കുന്നത് UGCക്കെതിരായ എന്ന പരാമർശം മാറ്റിക്കൊണ്ട് UGCയുടെ ചട്ടങ്ങൾക്കെതിരായ ഈ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ എന്ന പേരിൽ ഈ പരിപാടി മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സംസ്ഥാന മാധ്യമമായി ഇത്തരത്തിൽ UGCക്കെതിരെ ഒരു കൺവെൻഷൻ നടത്തുന്നു. അതും സർക്കാർ ചെലവിൽ നടത്തുന്നതിലുള്ള അതൃപ്തി ഗവർണർ അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ചാൻസലർ കൂടിയായ ഗവർണർ ഇതിൽ അതൃപ്തി അറിയിച്ചതോടുകൂടി ഏതെല്ലാം VCമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇനി ഒരു ചോദ്യമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് UGC ചട്ടങ്ങൾ ഒപ്പം തന്നെ അതിന്റെ ഭേദഗതിക്കെതിരെയും ഒക്കെ UGCയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സർവകലാശാലകളും അവരുടെ അഭിപ്രായങ്ങൾ, ആശയങ്ങളൊക്കെ UGC അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 25-ാം തീയതി വരെ സംസ്ഥാനത്തിനും അതിലെ ആശങ്കകൾ അറിയിക്കാനുള്ള സമയപരിധി UGC നൽകിയിട്ടുമുണ്ട്. അതിനിടയിലാണ് തിരക്കിട്ട് കേന്ദ്രത്തിനെതിരെ കൈകോർക്കാൻ ഒപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധത്തിന് വഴിവെക്കുന്ന രീതിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും ഇന്നിനി പരിപാടി നടക്കാൻ പോവുക, ഏതെല്ലാം VCമാർ, ഏതെല്ലാം പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും വളരെ സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഒരു ഔദ്യോഗിക പരിപാടിയായി ഈ പരിപാടിയെ മാറ്റാനുള്ള നീക്കം, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളടക്കം നിയമസഭാ സമ്മേളനം
സ്ഥാപനങ്ങളിലടക്കം ഇത് വിഷയം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ ചർച്ചയ്ക്ക് പിന്നാലെ ഒരു പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയ പരിപാടിയാക്കി ഖജനാവിൽ നിന്ന് പണം മുടക്കിക്കൊണ്ട് ഇത്തരത്തിൽ കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു ഭരണഘടനാ സംവിധാനം കൊണ്ടുവരുന്ന ചട്ട ഭേദഗതിക്കെതിരെ ഒരു സംസ്ഥാനം കൈകോർക്കാൻ പോകുന്നത് ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളൊന്നും എതിരഭിപ്രായം പറയാത്ത രീതിയിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേരളം മാത്രം ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി അത് നിയമസഭാ ഹാളിനുള്ളിൽ തന്നെ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഗവർണർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിനോട് ഏത് തരത്തിലുള്ള നടപടികൾ ഇനി രാജ്ഭവൻ സ്വീകരിക്കുമെന്നുള്ളതാണ് നിർണായകം. അതേസമയം തന്നെ ഏതെല്ലാം VC-മാർ UGC-ക്കെതിരെയും ഒപ്പം തന്നെ വൈസ് ചാൻസലർ അടക്കമുള്ളവരുടെ പ്രാതിനിധ്യം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയണം. ശരി. അനുനയ നീക്കങ്ങളും ഫലം കണ്ടില്ല. ആശാ വർക്കർമാരുടെ മഹാസംഗമം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശാ വർക്കർമാരുമായി ചില അനുനയ ചർച്ചകളെല്ലാം നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും ഫലം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് അവരുടെ മഹാസംഗമം നടക്കുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ കൂടുതലായി ഉന്നയിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന സമരത്തിന് ഒരു പുതിയ ഭാവം നൽകുകയാണ് ഇന്ന് ആശാ വർക്കർമാർ. കാരണം ഇന്ന് മഹാസംഗമം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കേഴ്സ് അവർ പൂർണ്ണമായും ജോലി ഉപേക്ഷിച്ച് അത്തരത്തിലുള്ള അവരുടെ സ്ഥിരം പ്രവർത്തനങ്ങളുടെ ഭാഗമാകാതെ ഇന്ന് തലസ്ഥാനത്തേക്ക് എത്താനുള്ള നിർദ്ദേശമൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിൽ ആശാ വർക്കേഴ്സ് ഇന്ന് തലസ്ഥാനത്ത് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അനുനയ ചർച്ചകളുമായിട്ടൊക്കെ സർക്കാർ രംഗത്ത് വന്നെങ്കിലും ആശാ വർക്കേഴ്സ് വഴങ്ങിയില്ല എന്നുള്ളതാണ്. കാരണം ഓണറേറിയം നൽകാമെന്നുള്ള വാഗ്ദാനമൊക്കെ നൽകി. പക്ഷേ അതിലും ജീവനക്കാർ അത്രയ്ക്ക് വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ കടുപ്പിക്കുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാർ കുടിശ്ശിക നൽകാമെന്ന് പറഞ്ഞാലും ഈ നൽകുന്ന ആനുകൂല്യങ്ങളെ പറ്റിയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അത് ഇപ്പോഴും അവിടെ തുടരുകയാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നതൊക്കെയാണ് ആശാ വർക്കേഴ്സ് പറയുന്നത്. എന്തായാലും ഇന്നത്തോടെ ഈ സമരത്തിൻ്റെ ഒരു രീതി മാറും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർന്നു വരുന്നൊരു സമരം അപ്പോഴും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അതേസമയം PSC ചെയർമാൻ അടക്കമുള്ളവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആശാ വർക്കേഴ്സിന് മാത്രം നൽകാൻ പണമില്ല. പക്ഷേ അതേസമയം PSC-യുടെ അംഗങ്ങൾക്കും മറ്റും രാഷ്ട്രീയ നിയമനങ്ങൾക്ക് ഉൾപ്പെട്ടവർക്കും മറ്റും ശമ്പളവും പെൻഷനും എല്ലാം കൂട്ടി നൽകുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് സർക്കാരിന് പ്രശ്നമില്ല എന്നുള്ളതാണ് ആശാ വർക്കേഴ്സിനൊക്കെ അവസാനമായി ചൊടിപ്പിച്ച ഒരു സംഭവം. ആരോഗ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും ഒക്കെ നടത്തിയ പരാമർശങ്ങളും അവരെ വലിയ രീതിയിൽ വേദനിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ സമരത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, ചിലർ ഇവരെ കുത്തിയിളക്കി വിടുകയാണ് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം വരും ദിവസങ്ങളും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിന്റെ ഭാഗമായി ഇന്നിങ്ങനെ ഒരു മഹാസംഗമം നടത്തുവാനും ആശാ വർക്കേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി പ്രജിത, ഇപ്പോൾ ഡൽഹിയിൽ രേഖ ഗുപ്ത മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം शुभकामनाओं के लिए दिल्ली के हित में वो सब काम करें तो बहुत अच्छा होगा। छात्र संघ के समय की तस्वीर शेयर की। बिल्कुल, अलका जी और मैं दिल्ली विश्वविद्यालय छात्र संघ में इकट्ठे थे। वो अध्यक्ष थी, मैं महासचिव थी। मैं धन्यवाद करती हूँ उनकी शुभकामनाओं के लिए। धन्यवाद, थैंक यू, थैंक यू, थैंक यू। എന്തായാലും ഡൽഹിയുടെ നിയുക്ത മുഖ്യമന്ത്രി രേഖ ഗുപ്ത മാധ്യമങ്ങളെ കാണുകയാണ്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. എലപ്പള്ളി മദ്യനിർമ്മാണശാല LDF മുന്നണിയിൽ തീരുമാനമായെങ്കിലും CPIയുടെ എതിർപ്പ് തുടരുകയാണ്. മദ്യപ്ലാന്റ് എലപ്പള്ളിയിൽ നിന്നും മാറ്റിക്കൂടെ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നണി യോഗത്തിൽ ഉന്നയിച്ചത്. ഈ വിഷയം അടുത്ത CPI എക്സിക്യൂട്ടീവിൽ വീണ്ടും ചർച്ചയാകും. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, കഴിഞ്ഞ ദിവസം കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. കാരണം മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നാലെ RJDയും CPIയും ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപും ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും മാത്രം ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാന സഖ്യകക്ഷികളായ CPI അടക്കം രംഗത്ത് വന്നിരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. CPIയെ പിണക്കിക്കൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാൻ എത്രത്തോളം സർക്കാരിന് കഴിയും?
എലപ്പുള്ളി മദ്യനിർമ്മാണശാല LDF മുന്നണിയിൽ തീരുമാനമായെങ്കിലും CPIയുടെ മുന്നണിയിൽ തന്നെ ഒരു എതിർപ്പ് തുടരുകയാണ്. തർക്കം അത് നേരത്തെ ദേവി പറഞ്ഞതുപോലെ മുന്നണിയിൽ തന്നെ ഒരു തർക്കം അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വിവിധ സഖ്യകക്ഷികൾ. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം ഈ CPIയെയും RJDയെയും പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മദ്യ പ്ലാന്റുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശ്രമകരമാണ്? ദേവിക, ഇന്നലെയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം CPIയുടെ സംസ്ഥാന ഓഫീസിൽ LDFന്റെ യോഗം ചേർന്നിരുന്നു. ഇടതുമുന്നണി യോഗം ചേർന്ന യോഗത്തിൽ മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോകാനുള്ള ധാരണയിലേക്കും തീരുമാനത്തിലേക്കും ഒക്കെ വന്നതുമാണ്. പക്ഷേ ഇപ്പോഴും RJDയും CPIയും ഒക്കെ ഈ മദ്യപ്ലാന്റ് എലപ്പുള്ളിയിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അവരുടെ എതിർ അഭിപ്രായങ്ങൾ തുടരുകയും ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് മദ്യപ്ലാന്റ് അവിടെ നിന്നും മാറ്റിക്കൂടെ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിലും CPI ചോദിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വിഷയം ഉയർന്ന അന്നു മുതൽ ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ CPI സ്വീകരിക്കുന്ന നിലപാട് ഇത്തരത്തിലൊരു മദ്യപ്ലാന്റ് വേണോ, അത് എലപ്പുള്ളിയിൽ തന്നെ സ്ഥാപിക്കണമോ, എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ ആശങ്കകൾ, ജനങ്ങളുടെ ആകുലതകൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് അതൊക്കെ പരിഹരിച്ചിട്ട് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് CPI അന്നു മുതൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സമാനമായി തന്നെയാണ് ഇന്നലത്തെ ഇടതുമുന്നണി യോഗത്തിലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയം അടുത്ത CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് CPI എത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി അടക്കമുള്ളവരുമായി വലിയ രീതിയിലുള്ള ചർച്ചയിലേക്കും ഈ തീരുമാനം പിൻവലിക്കാനുള്ള നടപടിയിലേക്കും CPI കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. മുൻപ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ആയതിനു തൊട്ടു പിന്നാലെ തന്നെ CPI അവരുടെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്ന് തന്നെ എക്സൈസ് മന്ത്രിയുമായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം, ഈ ആശങ്കകൾ, ആകുലതകൾ അടക്കമുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ അന്നുണ്ടായതുമാണ്. സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഈ ഘട്ടത്തിലും നടക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എലപ്പുള്ളിയിലെ മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോകുന്നു, വ്യവസായങ്ങൾ വന്നാൽ നടപ്പിലാക്കുമെന്ന് സംസ്ഥാനത്തെ നിയമസഭാ സമ്മേളനത്തിലടക്കം ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി. അതിനിടയിലാണ് ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട മുന്നണികൾ വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉയർത്തുന്നത്. അതിൽ CPI പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വരുന്ന CPIയുടെ എക്സിക്യൂട്ടീവ് വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ എലപ്പുള്ളി പ്ലാന്റ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണമോ എന്നുള്ള ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും നിലവിൽ മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുമോ എന്ന ആശങ്ക അത് CPI ഉയർത്തിയിരിക്കുകയാണ്. ഇന്നലെ ഇടതുമുന്നണി യോഗത്തിലും ഈ ആശങ്കകൾ അവർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിലടക്കം ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് CPI ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അടുത്ത എക്സിക്യൂട്ടീവ് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം സംസ്ഥാന നേതൃത്വത്തെ ഈ വിവരം അറിയിക്കും. അതിനുശേഷമായിരിക്കും എന്ത് നടപടി ഇനി സർക്കാർ സ്വീകരിക്കും അത് കണ്ടറിയേണ്ടത്. എന്തായാലും മുന്നണിക്കുള്ളിൽ ഈ ഒരു മദ്യ വിഷയം, ഒപ്പം തന്നെ ഈ എലപ്പുള്ളിയിലെ മദ്യപ്ലാന്റും അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉടലെടുത്തിരിക്കുകയാണ്. ദേവിക. ശരി, എന്തായാലും CPIയും RJDയും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. ഇനി വരുന്ന ദിവസങ്ങൾ നിർണായകമായിരിക്കാം. കാരണം അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മദ്യ പ്ലാന്റുമായി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലേഖന വിവാദത്തിൽ KPCC നേതൃത്വത്തോട് പോരിനുറച്ച് ശശി തരൂർ രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലപാട് ആവർത്തിച്ചതോടെ നേതൃത്വവും വെട്ടിലായിരിക്കുകയാണ്. അതേസമയം തരൂരിനെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നു എന്നാണ് സൂചന. വിവരമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ശശി തരൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, പിന്നീട് ഈ ഇടതുപക്ഷത്തെ യുവജന സംഘടനകളടക്കം തരൂരിനെ പല പരിപാടികളിലേക്ക് അടക്കം ക്ഷണിക്കുന്നു. ഇതടക്കമുള്ള വിവാദങ്ങൾ നിൽക്കെ ഇനി പറഞ്ഞതുപോലെ ശശി തരൂരിൻ്റെ മനസ്സിൽ എന്താണ് ഇടതുപക്ഷത്തേക്ക് പോകുമോ അതോ കോൺഗ്രസ് തുടരുമോ എന്നടക്കമുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുകയാണല്ലേ? കാരണം ശശി തരൂർ ഇപ്പോഴും പാർട്ടി വിരുദ്ധ ലൈനിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസവും തരൂർ ആവർത്തിച്ചൊരു കാര്യമുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ കണ്ട് രാഹുൽ ഗാന്ധി വിഷയത്തിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിയതിനു ശേഷവും തരൂർ ആവർത്തിക്കുന്നത് താൻ പറഞ്ഞ നിലപാടുകളിൽ അല്ലെങ്കിൽ താൻ എഴുതിയ കാര്യങ്ങളിൽ ഒരടി പിന്നോട്ടില്ല എന്നുള്ളതാണ്. അതിന് പകരമായി എന്താണ് താൻ പറഞ്ഞ വിവരങ്ങളിലെ തെറ്റ്, അല്ലെങ്കിൽ താൻ കോട്ട് ചെയ്തിട്ടുള്ള ഏജൻസികൾ തന്ന ഡാറ്റയിലെ തെറ്റെന്താണ്, പുതിയ ശരിയായിട്ടുള്ള ഡാറ്റ എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രത്യേകിച്ച്
പ്രതിപക്ഷ നേതാവടക്കം ശശി തരൂരിന് ലഭിച്ച വിവരങ്ങൾ തെറ്റാണ് എന്ന് പറയുമ്പോഴും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്നു. അതും രാഹുൽ ഗാന്ധി വിളിച്ച് അതൃപ്തി പറയിച്ച ശേഷമാണ് അത്തരമൊരു നിലപാടിലേക്ക് തരൂർ പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടിയിലെ പല പ്രശ്നങ്ങൾക്കും തങ്ങൾ തല്ലുകൂടാറുണ്ട്, പക്ഷേ എൻ്റെ കാര്യത്തിലെങ്കിലും ഒന്നിച്ചല്ലോ എന്നുള്ള പരാമർശവും വലിയ അതൃപ്തി കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഘടനയെ പരസ്യമായി അധിക്ഷേപിക്കുന്ന തുടർ നിലപാടുകൾ തരൂർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിലെ അഭിപ്രായം. നേരത്തെ തന്നെ സമാനമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഒന്ന്, ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവർക്ക് താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുമെന്നുള്ള പരാമർശം. പിന്നീട് തുടർച്ചയായി സർക്കാർ വിരുദ്ധ പാർട്ടി വിരുദ്ധ ലൈൻ സ്വീകരിച്ചുകൊണ്ട് തരൂർ മുന്നോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധി അടക്കം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും ആ ഒരു നയത്തിൽ നിന്ന് തരൂർ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. അതിനിടയിലാണ് ഡിവൈഎഫ്ഐയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വിശേഷിക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരും പ്രതീക്ഷിക്കാതിരിക്കുന്നു. അപ്രതീക്ഷിതമായി തരൂരിനെ ഒരു ഇവരുടെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് 1-2 തീയതികളിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിന് പങ്കെടുക്കാൻ തരൂരിന് താല്പര്യമുണ്ടെന്നും എന്നാൽ അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികളുള്ളതുകൊണ്ട് പങ്കെടുക്കാത്തതാണെന്നും ഒക്കെ ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നു. പിന്നീട് വീണ്ടും തരൂരിൻ്റെ പ്രതികരണം തേടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോഴും തരൂർ ഒരു കാരണവശാലും മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു സമീപനം കൂടി പ്രകടിപ്പിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള അതൃപ്തി കോൺഗ്രസിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സംസ്ഥാന കോൺഗ്രസ് ഇനി മുതൽ തരൂരിന് കാര്യമായ പരിഗണന നൽകേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രകോപനപരമായ നിലപാടുകളാണ് തരൂർ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും സംയമനം പാലിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വിവാദത്തിൽ നിന്ന് വഴിമാറി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതിനിടയിൽ തരൂർ ഉയർത്തുന്ന ഇത്തരം വിഷയങ്ങളിൽ തലവെച്ച് കൊടുക്കേണ്ട എന്നുള്ളൊരു സമീപനത്തിലേക്ക് പോയിരിക്കുന്നു. കാരണം പാർട്ടിയുടെ നയം എന്താണെന്ന് പാർട്ടിയുടെ ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് KPCC പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കൃത്യമായി ഇതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി എന്താണ് ഈ വിഷയങ്ങളിൽ ചിന്തിക്കുന്നത് എന്നുള്ളത് ജനങ്ങളോട് പറയാൻ ഇനി പ്രത്യേകിച്ച് ഒരാവശ്യമില്ല. അത് ജനങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിന് കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് തരൂരിനെ എതിരെ അച്ചടക്ക നടപടിയൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി തരൂരിന് ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സംസ്ഥാന കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ തരൂരിന് പാർട്ടി പരിപാടികളടക്കം കൂടുതൽ അവഗണന നേരിടേണ്ടി വരും. അപ്പോഴും പക്ഷേ വീണ്ടും പ്രസക്തമാകുന്ന ചോദ്യം കോൺഗ്രസ് കൂടുതൽ അവഗണന നൽകുകയാണെങ്കിൽ തരൂരിൻ്റെ പ്രതികരണം എന്താകുമെന്നുള്ളതായിരുന്നു. കാരണം ഈ വിഷയങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് KPCC ആസ്ഥാനത്ത് ഒരു റൂം അനുവദിക്കാൻ തരൂർ ആവശ്യപ്പെട്ടിട്ടും അതിന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇത്ര വലിയ ഒരു രാഷ്ട്രീയ തർക്കങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു തരൂരിൻ്റെ കലഹത്തിലേക്കും ഒക്കെ നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ കൂടുതൽ അവഗണന വരുമ്പോൾ തരൂർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊന്നും കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം തരൂരിൻ്റെ നിലപാടുകളിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. അതേസമയം ഡിവൈഎഫ്ഐയുടെ ഒക്കെ ക്ഷണം വന്നിരിക്കുന്നു. അതിനെ ഇടത് പാളയത്തിലേക്ക് തരൂരിനുള്ള ഒരു എൻട്രിക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള വിലയിരുത്തലുകൾക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു ക്ഷണം നടത്തണമെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് അത്തരമൊരു ക്ഷണം ഡിവൈഎഫ്ഐയുടെ പ്രധാന നേതാക്കൾ തന്നെ നൽകണമെങ്കിൽ അതിന് പിന്നിൽ ചില അജണ്ടകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിന് ആര് നിർദ്ദേശം നൽകി, CPMൻ്റെ അറിവോടുകൂടിയാണോ CPM സംസ്ഥാന നേതൃത്വം ഈ തരൂരിൻ്റെ ക്ഷണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലടക്കം വ്യക്തത വരണം. അപ്പോഴും ചർച്ചകൾക്ക് തുടക്കമിടാൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ തരൂർ കോൺഗ്രസ് വിട്ടേക്കാം എന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ വല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തരൂർ ഇനി കോൺഗ്രസ് വിടുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഒരു ആകാംക്ഷ നിറയുന്ന ചോദ്യമായി മാറുന്നത്. അതിൽ വ്യക്തത വരുത്തേണ്ടത് തരൂരാണ്. പല കാര്യങ്ങളിലും തരൂർ തുറന്നു പറച്ചിലിന് തയ്യാറാകുന്നില്ല എന്നുള്ളതും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും സർക്കാരിനെ പുകഴ്ത്തിയ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാനും തരൂർ ഇതുവരെയും തയ്യാറായിട്ടുമില്ല. എന്തായാലും തരൂരിനെ അവഗണിക്കുക എന്നുള്ള തന്ത്രവുമായി സംസ്ഥാന കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന സമീപനങ്ങളിൽ കൂടുതൽ തരൂർ ഈ ലൈൻ തുടരുകയാണെങ്കിൽ, പ്രകോപനങ്ങൾ തുടരുകയാണെങ്കിൽ ഹൈക്കമാൻഡ് മിണ്ടാതിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വരുന്ന ചോദ്യം. അങ്ങനെ കൂടുതൽ നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ ശശി തരൂരിനെ പോലെ വിശ്വപൗരനെന്നൊക്കെ വിലയിരുത്തപ്പെട്ട അല്ലെങ്കിൽ വിളിക്കപ്പെട്ട ഒരു നേതാവ് കേരളത്തിൽ അദ്ദേഹം തുടർച്ചയായി MP സ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ അതിനൊക്കെ കൃത്യമായൊരു ഉത്തരമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശരി പ്രജിത്ത്, എന്തായാലും KPCC നേരത്തെ വെട്ടിലാക്കി ഈ ഒരു ശശി തരൂർ രംഗത്തെത്തിയിരിക്കണം. അപ്പം ഇടത് പാളയത്തിലെത്തിക്കാനുള്ള ശ്രമവും സജീവമായി നടക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹൻ. നമുക്കിനി റിപ്പോർട്ടിലേക്ക് പോകേണ്ടതുണ്ട്.
ഗോപു നന്ദിലത്ത് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ബെൻസ ഓഫറിന്റെ നറുക്കെടുപ്പ് നടത്തി വിജയികളെ പ്രഖ്യാപിച്ചു. മെഗാ ബമ്പർ സമ്മാനമായി ഒരു മെഴ്സിഡീസ് ബെൻസ് കാറാണ് നൽകിയത്. 100 ദിവസം നീണ്ടു നിൽക്കുന്ന ജിമാർട്ട് ചില്ലാക്സ് ഓഫർ സീസൺ 2 പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ഓഗസ്റ്റ് 1 ആരംഭിച്ച് ഓണം, റംസാൻ, ക്രിസ്മസ്, ന്യൂ ഇയർ സീസണുകൾ കോർത്തിണക്കി ജനുവരി 31 വരെ നീണ്ടുനിന്ന ജിമാർട്ട് ബെൻസ ഓഫറിന്റെ നറുക്കെടുപ്പാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ട് എടപ്പള്ളി ഷോറൂമിൽ നടന്നത്. ഹൈബി ഈഡൻ MP നറുക്കെടുപ്പിലൂടെ വിജയികളെ പ്രഖ്യാപിച്ചു. ചടങ്ങിൽ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് CEO സുബേർ PA എന്നിവർ പങ്കെടുത്തു. മെഗാ ബമ്പർ സമ്മാനമായ മെഴ്സിഡസ് ബെൻസ് കാറിന് ചാത്തപ്പാറ സ്വദേശി നാസർ അർഹനായി. ബമ്പർ സമ്മാനമായ 5 മാരുതി എക്സ്പ്രസോ കാറുകളുടെ വിജയികളെയും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. നാസർ എന്ന വ്യക്തിക്കാണ് ബെൻസ് കാർ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ 6 കാറുകളുടെ വിജയികളെ പ്രഖ്യാപിച്ചു. ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള നാസർ ആണ് വിജയി, ബെൻസ് കാറിന്റെ വിജയി. രണ്ടാമത്തെ നമ്മുടെ മാരുതി എക്സ്പ്രസോ കാറിന്റെ വിജയി രാജു കാസർഗോഡ്, ആദ്യ കാഞ്ഞങ്ങാട്, സുകന്യ മണ്ണാർക്കാട്, ജോഷിൻ TC തൃശൂർ, ലൈജു എടപ്പള്ളി എറണാകുളം. 2025 ഫെബ്രുവരി 20 മുതൽ മെയ് 31 വരെ നീണ്ടു നിൽക്കുന്ന ജിമാർട്ട് ചില്ലാക്സ് ഓഫർ സീസൺ 2 ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ഈ ഓഫറിലൂടെ AC-കൾ കേരളത്തിൽ മറ്റാർക്കും നൽകാനാകാത്ത വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ അറിയിച്ചു. ഒപ്പം ഏത് ഗൃഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ലഭിക്കുന്ന സമ്മാന കൂപ്പണുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകൾ നേടുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ LG ബ്രാൻഡഡ് AC-കളുടെ തിരഞ്ഞെടുത്ത മോഡലുകളിൽ നിന്നും ഒരു AC-യുടെ വിലയിൽ 2 AC-കൾ സ്വന്തമാക്കാം. കഴിഞ്ഞ വർഷവും നമ്മൾ ചില്ലാക്സ് തന്നെയാണ് ചെയ്തത്. അതിന്റെ സീസൺ 2 ഇത്തവണ വളരെയധികം പ്രത്യേകതകളുണ്ട്. എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ അതിനേക്കാൾ ഉപരി എല്ലാ ബ്രാൻഡുകളുടെയും ഏത് പ്രൈസ് റേഞ്ചിൽ നോക്കിയാലും ഒരു കസ്റ്റമർക്ക് ഒരു ഉപഭോക്താവിന് വന്ന് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ വളരെയധികം ക്യാഷ് ബാക്ക് ഓഫർ ആയാലും ഡിസ്കൗണ്ടുകളായാലും അതിന് പുറമെയാണ് ചില്ലാക്സ് ഓഫർ ഒരു കസ്റ്റമർക്ക് ലഭിക്കുക. ചില്ലാക്സ് സീസൺ 2 അതിലും നമ്മുടെ നന്ദിലത്തിൻ്റെ എല്ലാ അപ്ലയൻസും മൊബൈലും ഗാഡ്ജറ്റ്സും എല്ലാം ഈ ഓഫറിൽ ഉണ്ട്. അല്ല AC മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ധൈര്യമായി ഗോപുനന്ദിലത്ത് വിസിറ്റ് ചെയ്യുക. നല്ല ഓഫേഴ്സ് ഉണ്ട്. ബജാജിൻ്റെ ആണെങ്കിലും ക്യാഷ് ബാക്ക് ആയിട്ടും അതുകൂടാണ്ട് കമ്പനികളുടെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്കും എല്ലാ ഓഫേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഓഫേഴ്സിൻ്റെ ഒരു പെരുമഴയാണ് ഇനിയുള്ള ഈ ചൂടുകാലത്തും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് പലിശരഹിതമായ തവണ വ്യവസ്ഥകളിലൂടെയും ക്യാഷ് ബാക്ക് ഓഫറുകളിലൂടെയും ഗൃഹോപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരവും ഗോപു നന്ദിലത്ത് ജിമാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി. ക്ഷാമബത്ത കുടിശ്ശികയുടെ 1 ഗഡു ഏപ്രിലിൽ നൽകുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ ആശയക്കുഴപ്പത്തിലായി സർക്കാർ ജീവനക്കാർ. പ്രഖ്യാപനം 2 ഗഡു നൽകുമെന്ന ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഏപ്രിലിന് മുമ്പ് നൽകിയാൽ അധിക നികുതി ഒടുക്കേണ്ടി വരുമെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് മറികടക്കാനുള്ള സാഹചര്യം കൂടി ഇതിൽ കാണുന്നുണ്ടോ? ഈ ക്ഷാമബത്ത കുടിശ്ശിക നൽകുമെന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ ബജറ്റിൽ ഒരു പ്രഖ്യാപനം വന്ന സമയത്ത് സർക്കാർ ജീവനക്കാരെ സഹായിക്കാനാണ് സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളതായിരുന്നു ചർച്ചകൾ. പക്ഷേ ജീവനക്കാർ പറയുന്നത് സർക്കാരിൻ്റെ ഈ നിലപാട് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. അതിന് കാരണം നിയമസഭയിൽ ബഡ്ജറ്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 7 ബജറ്റ് അവതരിക്കുമ്പോൾ ബജറ്റിലുണ്ടായിരുന്ന പ്രഖ്യാപനം ക്ഷാമബത്ത കുടിശ്ശികയുടെ 1 ഗഡു അത് 2025 ഏപ്രിൽ നൽകുമെന്നായിരുന്നു. അതേസമയം 10/7/2024 ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഈ സാമ്പത്തിക വർഷം മുതൽ 2024-25 സാമ്പത്തിക വർഷം മുതൽ ക്ഷാമബത്തയുടെ 2 ഗഡു വീതം പ്രതിവർഷം 2 ഗഡു വീതം നൽകുമെന്നുള്ളതായിരുന്നു. അതായത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു ഇനിയുമുള്ള എല്ലാ വർഷങ്ങളിലും 2 ഗഡു വീതം നൽകുമെന്ന്. അതേസമയം ബജറ്റ് അവതരണവുമായി ബന്ധപ്പെടുത്തേക്കും ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോഴേക്കും അത് പറയുന്നു 1 ഗഡു മാത്രമേ നൽകുകയുള്ളൂ. അതായത് മുഖ്യമന്ത്രി പറയുന്നതാണ് സർക്കാർ നിലപാട് എങ്കിൽ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യം ബജറ്റ് പ്രഖ്യാപനത്തിലും ആവർത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെയുണ്ടായില്ല. അതിനർത്ഥം ഇനിയുള്ള കാലങ്ങളിൽ ഈ നിലവിലത്തെ തീരുമാനപ്രകാരം അടുത്ത സാമ്പത്തിക വർഷം ഒരു ക്ഷാമബത്ത കുടിശ്ശിക മാത്രമായിരിക്കും നൽകുക എന്നുള്ളതാണ്. അതായത് നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ
പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ക്ഷാമബത്ത കുടിശ്ശിക നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത് സംബന്ധിച്ച ഉത്തരവുകൾ പോലും ധനവകുപ്പ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രശ്നമായി ജീവനക്കാർ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2025 നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് അല്പം നേരത്തെ നൽകുകയാണെങ്കിൽ അതും ജീവനക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് 2024-25 സാമ്പത്തിക വർഷം തീരാൻ ഇനി 1.5 മാസം കഷ്ടിയായി ഉണ്ട്. അതിനുള്ളിൽ സർക്കാർ ഈ രീതിയിൽ ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ജീവനക്കാർക്ക് നൽകുകയാണെങ്കിൽ അതിൻ്റെ നികുതി അധികമായി ജീവനക്കാർ അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ജീവനക്കാർ താല്പര്യപ്പെടുന്നില്ല. കാരണം വലിയ നികുതി ഭാരം ഉണ്ടാകും എന്നുള്ളതാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം 2025 ഏപ്രിലാണ് ഈ അധിക ശമ്പള കുടിശ്ശികയായിട്ടുള്ള നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന ഗഡു സർക്കാർ നൽകുന്നതെങ്കിൽ അത് അടുത്ത സാമ്പത്തിക വർഷത്തിലെ നികുതിയിലേക്ക് പോകും. അങ്ങനെ അമിതമായ നികുതി ഭാരം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യവും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം അടക്കമുള്ള സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ അത് ജീവനക്കാരെ ദ്രോഹിക്കുന്ന തരത്തിലാകരുത് എന്നൊരാവശ്യവും ഇപ്പോൾ ഈ സംഘടനകളും ജീവനക്കാരുമെല്ലാം മുന്നോട്ട് വയ്ക്കുകയാണ്. ദേവിക. ശരി. കേരളത്തിലെ കർഷകർ ആനുകൂല്യങ്ങൾക്കായി നട്ടം തിരിയുമ്പോൾ കാർഷിക അഭിവൃദ്ധി ഫണ്ട് വകമാറ്റി സംസ്ഥാന സർക്കാർ. ഭൂമി തരം മാറ്റ ഇനത്തിൽ ലഭിച്ച കോടിക്കണക്കിന് രൂപയാണ് പൊതുഫണ്ടിലേക്ക് വകമാറ്റി സർക്കാർ തോന്നിയ പോലെ ചെലവഴിച്ചതെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു. കാർഷിക അഭിവൃദ്ധി ഫണ്ടിലെ 1553 കോടി രൂപ ചെലവഴിച്ചത് ഏത് വകയിലാണെന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഭൂമി തരം മാറ്റിയവർക്ക് നിശ്ചിത തുക ഫീസ് നിശ്ചയിച്ച് സർക്കാർ അനുമതി നൽകിയിരുന്നു. ഭൂമിയുടെ വിസ്തീർണമനുസരിച്ച് സ്ലാബുകളായി തിരിച്ചായിരുന്നു ഫീസ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഭൂമി തരം മാറ്റിയ ഇനത്തിൽ ലഭിക്കുന്ന തുക ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പേരിലുള്ള കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിക്ഷേപിക്കാനായിരുന്നു തീരുമാനം. ഈ തുക വയലുകളുടെ സംരക്ഷണം, നെൽകൃഷി വികസനം തുടങ്ങിയ കാർഷിക ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കണമെന്നതാണ് ചട്ടം. എന്നാൽ കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിന്ന് കൃഷി പ്രോത്സാഹനത്തിന് തുക അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിലവിലുള്ളത് വെറും 1 രൂപ മാത്രമാണെന്നും ചേർത്തല സ്വദേശിയായ റിട്ടയർഡ് തഹസിൽദാർ PS രാജീവിന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. എനിക്ക് വിവരാവകാശ പ്രകാരം മറുപടിയിലും സർക്കാർ നാളിൽ വരെ 1606 കോടി രൂപ ലഭിച്ചെന്നാണ് കാണുന്നത്. ആ രൂപ ശരിക്കും പറഞ്ഞ് നിക്ഷേപിക്കേണ്ടതിന് പ്രത്യേകം സർക്കാർ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് ഇടുന്നതിന് പകരം ആ പറഞ്ഞ അക്കൗണ്ടിൽ 1 രൂപ മാത്രം ഇട്ടിട്ട് ബാക്കി കാശ് വേറെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. അതിൽ നിന്നും ആണ് യഥേഷ്ടം സർക്കാർ ചിലവാക്കിയിരിക്കുകയാണ്. ശരിക്കും ഈ പൈസ മുടക്കേണ്ടിരുന്നത് സാധാരണ നെൽകൃഷിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നെൽകൃഷിയുടെ വർധനയും വേണ്ടിയാണ്. ശരിക്കും 1606 കോടി രൂപ കേരളത്തിലെ കർഷകന് ലഭിച്ചു കഴിഞ്ഞാൽ കേരളം സ്വർഗമായി മാറും. അതിന് പകരം സർക്കാർ ഈ പൈസ എങ്ങോട്ട് മുടക്കിയെന്ന് വ്യക്തമായി അറിയിപ്പിനും തരുന്നില്ല. അത് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ തുക ശരിക്കും പറഞ്ഞാൽ കർഷകൻ്റെ ആവശ്യങ്ങൾക്ക് മുടക്കുന്നതിന് പകരം സർക്കാർ എങ്ങനെ വിനിയോഗിച്ച് വ്യക്തമായി മറുപടി നൽകുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. 2024 നവംബർ 30 വരെ സംസ്ഥാന സർക്കാരിന്റെ കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് 1606 കോടി രൂപ ലഭിച്ചിട്ടുള്ളതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 53,000 കോടി വിവിധ ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിൽ ചെലവഴിച്ചു. എന്നാൽ ബാക്കി 1553 കോടി രൂപ ഏത് ഫണ്ടിലേക്ക് പോയെന്നും എന്താവശ്യത്തിന് വിനിയോഗിച്ചെന്നും സർക്കാർ വ്യക്തമാക്കുന്നില്ല. കേരളത്തിലെ നെൽകൃഷി വികസനത്തിനും കർഷകരുടെ ആനുകൂല്യങ്ങൾ നൽകാതെയും ബജറ്റിൽ പോലും സർക്കാർ കർഷകരെ അവഗണിക്കുന്നതിനിടെയാണ് കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് സർക്കാർ വകമാറ്റി ധൂർത്തടിക്കുന്നത്. ജനം, ആലപ്പുഴ. വിവാദ മനുഷ്യാവകാശ സംഘടന NCHRD കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ. തീവ്ര ആശയങ്ങളുള്ള ആളുകൾ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് NCHRD സംഘടനാ പ്രഖ്യാപന സമ്മേളനം മാറ്റിവെച്ചത്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനഘ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരി, വാർത്തയിലേക്ക് വരാം. മറ്റ് ഒരു റിപ്പോർട്ടിലേക്ക് കൂടി. കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നാളെ
ടീച്ചിംഗ് ആരംഭിക്കും. നാളെ രാവിലെ 10-ന് ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കും. 2 ദിവസമായി നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടക്കം 3000-ഓളം പേരാവും പങ്കെടുക്കുക. 30 സെക്ഷനുകളാവും ഉച്ചകോടിയിൽ ഉണ്ടാവുക. 3 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘവും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ, B2B കൂടിക്കാഴ്ചകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുത്ത കമ്പനികളുടെയും പ്രദർശനശാലകൾ, സാംസ്കാരിക സന്ധ്യ, വിനോദ പരിപാടികൾ എന്നിവ ഉച്ചകോടിയുടെ ഭാഗമായി നടക്കും. മന്ത്രി പി രാജീവ് അധ്യക്ഷനാകുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനം രാവിലെ കൃത്യം 10 മണിക്കാണ് ആരംഭിക്കുക. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി അദ്ദേഹം സ്പെയിനിലാണ്, അതുകൊണ്ട് വെർച്വലായിട്ടായിരിക്കും അദ്ദേഹം പങ്കെടുക്കുന്നത്. ജർമ്മനി, നോർവ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘവുമായി ആദ്യ ദിവസം B2B കൂടിക്കാഴ്ച നടക്കും. 2-ാം ദിവസം ഫ്രാൻസ്, മലേഷ്യ എന്നിവിടങ്ങളിലെ പ്രതിനിധികളുമായാവും B2B കൂടിക്കാഴ്ചകൾ ഉണ്ടാവുക. പാനൽ ചർച്ചകളിൽ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ വിദേശ പ്രതിനിധികൾ അടക്കമുള്ളവരും പങ്കെടുക്കും. ഉച്ചകോടിയിൽ വിവിധ കമ്പനികളുമായുള്ള നിക്ഷേപ കരാറുകൾ ഒപ്പിടും. ജനം, കൊച്ചി. തിരുവനന്തപുരം വർക്കല പാപനാശത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ ശ്രമം പരാജയപ്പെട്ടു. കടലിലെ അതിശക്തമായ തിരമാലകളെ തുടർന്ന് നിർമ്മാണത്തിലിരിക്കെ വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരുകയായിരുന്നു. പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾക്കും ഫ്ലോട്ടിംഗ് തകർന്ന് വിവാദമായിരുന്നു. 2024 പാപനാശം കടൽ തീരത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത്. സംസ്ഥാന ടൂറിസം വകുപ്പ് കൊട്ടിയാഘോഷിച്ചു തുടങ്ങിയ പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായി ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, വർക്കല ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരു നിരവധി ടൂറിസ്റ്റുകളാണ് ദിവസം ഇവിടെ എത്തുന്നത്. അത് കണക്കിലെടുത്ത് തന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സ് കാര്യങ്ങൾ എല്ലാം ഇവിടെ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രവർത്തനം ആരംഭിച്ച് 3 മാസങ്ങൾക്കകം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. ശക്തമായ തിരമാലകളുള്ള സമയത്ത് അധികമായി സഞ്ചാരികളെ കയറ്റിയതാണ് അന്ന് അപകടമുണ്ടാക്കിയത്. 20ഓളം സഞ്ചാരികൾ കടലിൽ വീണിരുന്നു. ഉടൻ തന്നെ ഇവരെ കരയ്ക്കെത്തിക്കാൻ സാധിച്ചത് വൻ ദുരന്തം ഒഴിവാക്കി. 2024 ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല കൊണ്ട് സ്ഥാപിച്ചു. അതൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് വളരെ വലിയൊരു അപകടത്തിൽ കൂടി അത് നിർത്തേണ്ടി വന്നു. ഒരു 10-20ഓളം പേര് കടലിൽ വീണ് ഒരു വലിയ ദുരന്തം ഉണ്ടാകേണ്ടത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാൻ ടൂറിസം വകുപ്പ് തീരുമാനമെടുത്തത്. ഇതിന്റെ ഭാഗമായി പാപനാശം ബലിമണ്ഡപത്തിന് സമീപത്ത് പരീക്ഷണാർത്ഥം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കകം ശക്തമായ തിരമാലകൾ അടിച്ചുകയറി ബ്രിഡ്ജ് തകർന്നു. പാപനാശം ബലിമണ്ഡപത്തിന് സമീപത്തു നിന്നും 200 മീറ്റർ അകലെ മാത്രമേ മത്സ്യബന്ധനവും മറ്റ് ടൂറിസം വിനോദ പദ്ധതികളും പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പരീക്ഷണം നടത്തിയത്. എന്നാൽ കടലിന്റെ സ്വഭാവം മനസ്സിലാക്കിയുള്ള പഠനത്തിന് ശേഷമേ ഇത്തരം നിർമ്മാണങ്ങൾ പാടുള്ളൂ എന്നാണ് കടലിനെ അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളും ലൈഫ് ഗാർഡുകളും പ്രദേശവാസികളും പറയുന്നത്. ബലിമണ്ഡപത്തിൽ നിന്ന് എന്ത് കൊണ്ടുവന്നാലും മത്സ്യബന്ധനം ഉൾപ്പെടെ 200 മീറ്റർ അകലെ മാത്രമേ നടത്താവൂ എന്നുള്ളൊരു എഗ്രിമെന്റ് നേരത്തെ ഉണ്ട്. ആ എഗ്രിമെന്റ് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ മത്സ്യബന്ധനം നടത്തുന്നതും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതും ആ ഒരു 200 മീറ്ററിനകത്ത് തന്നെയാണ്. അപ്പൊ അത് ഇവിടെ വലിയ ദർപ്പണത്തിന് വരുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശക്തമായ ഇവിടെയുള്ള പഠനം നടത്തി. ഇവിടെ നമ്മൾ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, മറ്റ് ഫിഷർമാൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുണ്ട്. അവരുടെ എല്ലാം പഠനം നടത്തി അതിനൊരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാൻ കഴിയൂ. ദിനംപ്രതി ആയിരക്കണക്കിന് പേരാണ് ബലിതർപ്പണങ്ങൾക്കായി ഇവിടെ എത്തുന്നത്. ആ സ്ഥലത്താണ് ബ്രിഡ്ജിന്റെ പരീക്ഷണം നടത്തി പരാജയപ്പെട്ടത്. അശാസ്ത്രീയമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വീണ്ടും നിർമ്മിക്കുന്നത് മറ്റൊരു മഹാദുരന്തത്തിന് വഴിവെക്കുമോ എന്ന ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. ജനം, തിരുവനന്തപുരം. അതിന്റെ ആദ്യത്തെ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞു. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങുകൾ രാംലീല മൈതാനിയിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും. പ്രധാനമന്ത്രിക്കും BJP ദേശീയ നേതൃത്വത്തിനും നന്ദി അറിയിച്ച് രേഖ ഗുപ്ത.
दिल्ली के लिए दो प्राथमिकताएं हैं। पहली प्राथमिकता जो दिल्ली से के लिए हमने कमिटमेंट्स की हैं अपनी सरकार की ओर से, उन सारी कमिटमेंट्स को पूरा करना। दूसरा, आदरणीय प्रधानमंत्री नरेंद्र मोदी जी ने जो दिल्ली के लिए विजन दिया है, उस विजन को साकार करने में टीम मोदी बन के हमारे 48 के 48 विधायकगण काम करेंगे और टाइम बाउंड तरीके से एक एक कमिटमेंट। ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് മുന്നിൽ മുട്ടുമടക്കി സർക്കാർ. UGC കൺവെൻഷൻ സർക്കുലർ തിരുത്തി. UGC റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ബഹിഷ്കരിക്കാൻ ഒരുങ്ങി പല VC-മാരും. ക്ഷാമബത്ത കുടിശ്ശികയിലും ജീവനക്കാരെ പറഞ്ഞുപറ്റിച്ച് സർക്കാർ. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സ്വീകരിക്കുന്ന വ്യത്യസ്ത നിലപാട്. ഏപ്രിൽ 1 ഗഡു നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നിലപാടിന് വിരുദ്ധം. ജനം ബ്രേക്കിംഗ്. സമരം കടുപ്പിച്ച ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മഹാസംഗമം. വേതന വർധനവടക്കം ആവശ്യപ്പെട്ടുള്ള സമരം 12ാം ദിവസത്തിലേക്ക്. തിരുവനന്തപുരം കല്ലമ്പലത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയായി മദ്രസ വിദ്യാർത്ഥി. 13 വയസ്സുകാരന് പീഡനമേറ്റത് സ്വകാര്യ അറബി കോളേജ് ഹോസ്റ്റലിൽ വെച്ച്. പരാതി പറഞ്ഞ കുട്ടിയെ മർദ്ദിച്ച് വൈസ് പ്രിൻസിപ്പൽ. 7 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. ജനം ബ്രേക്കിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരിക്ക് തസ്തിക മാറ്റം. ക്ഷേത്ര കഴകമായ വി ശോഭയ്ക്ക് നൽകിയത് ക്ലർക്ക് പദവിയിലേക്ക്. നിയമനത്തിന് ഹൈക്കോടതി ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും വിമർശനം. തസ്തിക മാറ്റം ചട്ടവിരുദ്ധമെന്ന ദേവസ്വം കമ്മീഷണറുടെ പരാമർശം ജനം ടിവിക്ക്. കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇന്ന് ഇസ്രായേലിൽ കൈമാറാൻ ഹമാസ്. പലസ്തീൻ തടവുകാരുടെ കൈമാറ്റം ഇന്നുണ്ടാകില്ല. മുഴുവൻ ബന്ദികളെയും കൈമാറാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചതായി സൂചന. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരം. എതിരാളികൾ ബംഗ്ലാദേശ്. മത്സരം ഉച്ചയ്ക്ക് 2:30. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്ത്. മികച്ച സ്കോറിലേക്ക്. മയക്കുവെടി വെച്ച് അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടുകൊമ്പന് ചികിത്സ ആരംഭിച്ചു. മസ്തകത്തിൽ ആഴത്തിൽ മുറിവേറ്റ ആനയെ രാവിലെ 10:45ഓടെയാണ് കോടനാട്ടെ ആനക്കൂട്ടിയത്. 1.5 മാസത്തെ ചികിത്സ വരുമെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയും ആനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് DFO R ലക്ഷ്മിയും പറഞ്ഞു. മസ്തിഷ്കത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ അതിരപ്പള്ളി മേഖലയിലെത്തിയ ആനയെ രാവിലെ 7:15ഓടെയായിരുന്നു മയക്കുവെടി വെച്ചത്. പുലർച്ചെ തന്നെ ദൌത്യം ആരംഭിച്ചിരുന്നു. മയക്കത്തിലായ ആനയെ അനിമൽ ആംബുലൻസിൽ രാവിലെ 10:45ഓടെ പെരുമ്പാവൂർ കോടനാടുള്ള അഭയാരണ്യത്തിലെത്തിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൂട്ടിലടച്ച ശേഷമാണ് ചികിത്സ ആരംഭിച്ചിരിക്കുന്നത്. മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് അതിവേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു. 1.5 മാസത്തെ ചികിത്സ വേണ്ടിവരും. മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്തിട്ടുണ്ട്. പഴുപ്പിൽ പുഴുക്കൾ ഉണ്ടായിരുന്നു. ആനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് DFO R ലക്ഷ്മി പറഞ്ഞു. മസ്തകത്തിൽ സൈനസിനാണ് പരിക്ക്. പരിക്കിന് ആഴമുണ്ടെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കാനാകുമെന്നും DFO കൂട്ടിച്ചേർത്തു. കനത്ത ചൂട് ശമിപ്പിക്കാൻ ഇടയ്ക്കിടെ വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. മയക്കം വിട്ടുണരുമ്പോഴും ആന പൊതുവെ ശാന്തനാണ്. സാധാരണ നിലയിൽ കാട്ടാനകളെ കൂട്ടിലെത്തിച്ച് മയക്കം വിട്ടുണർന്നാൽ മസ്തകം കൊണ്ട് കൂട്ടിലിടിച്ച് അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. ജനുവരി 15 മുതൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഇടയ്ക്ക് ചികിത്സ നൽകി വിട്ടിരുന്നെങ്കിലും മുറിവിന്റെ ആഴം കൂടുകയും ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് ചികിത്സാ ദൌത്യം ആരംഭിച്ചത്. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം ജനം, കൊച്ചി.
നെല്ലിയാമ്പതി പുലയമ്പാറയിലെ കിണറ്റിലകപ്പെട്ട പുലിയെ കൂട്ടിൽ കയറ്റി. കിണറ്റിലേക്ക് കൂടിറക്കിയാണ് പുലിയെ കൂട്ടിനകത്താക്കിയത്. പുലി കിണറ്റിൽ കിടന്ന അസ്വസ്ഥത കാണിച്ചതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് കിണറ്റിലേക്ക് ഇറക്കുകയായിരുന്നു. മയക്കുവെടി വയ്ക്കാതെയാണ് പുലിയെ കൂട്ടിലാക്കിയത്. തുടർന്ന് നെല്ലിയാമ്പതി കൈക്കാട്ടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പുലിയെ മാറ്റി. ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പുലിയെ പരിശോധിച്ചു. പുലയൻപാറയിലെ ജോസിന്റെ വീട്ടിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് പുലി കുടുങ്ങിയത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്തായാലും പുലി ഭീതിയിൽ തന്നെയായിരുന്നു പ്രദേശവാസികൾ. പക്ഷേ ഇപ്പോൾ പുലി കൂട്ടിലായിരിക്കുകയാണ്. പുലിയെ മാറ്റുന്നതും പുലിക്ക് കൂടുതൽ വൈദ്യപരിശോധനയും മറ്റും നടത്തുന്നതിനുമായുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണോ? മറ്റ് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ പുലിയെ ഇപ്പോൾ പറമ്പിക്കുളത്ത് തുറന്ന് ഇട്ടിരിക്കുകയാണ്. ഈ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലായതോടെയാണ് വനത്തിൽ തുറന്നുവിട്ടത്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് കിണറ്റിൽ വീണ പുലിയെ കൂട്ടിലാക്കി രക്ഷപ്പെടുത്തിയത്. ഈ നെല്ലിയാമ്പതിയിലെ പുലയമ്പാറയിലുള്ള ജോസ് എന്ന വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിലായിരുന്നു ഈ പുലി പെട്ടത്. ഒരു രാവിലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയോ ഈ പുലി കിണറ്റിൽ പെട്ടിരിക്കാം എന്നുള്ളതാണ് പ്രദേശവാസികൾ കരുതുന്നത്. ഒരു വൈകിട്ടോടുകൂടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ പുലി കിണറ്റിൽ വീണ നിലയിൽ കാണുന്നത്. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചു. വനം വകുപ്പ് ആദ്യം എത്തി ഒരു ഗോവണിയും മറ്റും വെച്ച് ഈ പുലിയെ പുറത്തേക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടായി. കാരണം തൊട്ടടുത്ത് തന്നെ ഈ ഒരു സ്കൂളുണ്ട്, അതുപോലെ തന്നെ കോൺവെന്റ് ഉണ്ട്, തേയില തോട്ടങ്ങളുണ്ട്. രാവിലെ തൊഴിലാളികളോ മറ്റോ വരും. പുലി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതെങ്കിലും തരത്തിൽ ആക്രമിക്കുമോ എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾ പങ്കുവച്ചു. തുടർന്ന് അസ്വസ്ഥത കാണിച്ചതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു കൂട് കിണറ്റിലേക്ക്, ഈ പുലി ഒരു അസ്വസ്ഥത കാണിച്ചതോടുകൂടെ കിണറ്റിലേക്ക് ഒരു കൂട് ഇറക്കുകയായിരുന്നു. അങ്ങനെ കൂട് ഇറക്കിയതോടെ കൂടിനകത്തേക്ക് പുലി പ്രവേശിക്കുകയും തുടർന്ന് സുരക്ഷിതമായി തന്നെ പുലിയെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മയക്കുവെടി ഒന്നും വെക്കാതെ ഇടയിൽ വെച്ച് മയക്കുവെടി വെക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളെ കുറിച്ചൊക്കെ വനംവകുപ്പ് ആലോചിച്ചിരുന്നു. പക്ഷെ മയക്കുവെടി വെച്ചാൽ സ്വാഭാവികമായിട്ടും കിണറ്റിന്റെ ഉള്ളിൽ വെള്ളത്തിലേക്ക് ചിലപ്പോൾ നല്ല വെള്ളമുള്ള കിണറായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഈ പുലി അകപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു വിലയിരുത്തലിനെ തുടർന്നാണ് ഈ ഗോവണി ഇങ്ങനെ കയറിൽ കെട്ടിക്കൊണ്ട് ഈ കൂട് ഇങ്ങനെ കയറിൽ കെട്ടിക്കൊണ്ട് കിണറ്റിനകത്തേക്ക് ഇറക്കുകയും തുടർന്ന് പുലി ഈ കൂടിനകത്തേക്ക് കയറുകയും ചെയ്തത്. ഏതായാലും ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പുലിയെ പരിശോധിച്ചു. ഈ പുലിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടതോടുകൂടെ തന്നെ ആദ്യം നെല്ലിയാമ്പതി വെറ്റിനറി ഡിസ്പെൻസറിയിലെ ജീവനക്കാർ മറ്റേ വീട്ടിലെത്തിയപ്പോഴാണ് ഈ കിണറ്റിന് പുലി കണ്ടത്. ഉടനെ ഇവര് പോലീസിനെയും മറ്റുമൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറുകൾ നീണ്ട പരിശ്രമം, 6.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ പുലിയെ കൂടിനകത്താക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പ്രദേശത്ത് ഈ കുരങ്ങന്മാരും മറ്റുമൊക്കെ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഈ പുലി കിണറ്റിൽ കുടുങ്ങിയത് മറ്റ് നാട്ടുകാരൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നുള്ളതും ഉണ്ട്. ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബോധ്യപ്പെട്ടതോടുകൂടി തന്നെ ഈ പുലിയെ നെല്ലിയാമ്പതിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് എത്തിച്ച് പറമ്പിക്കുളത്ത് തുറന്നുവിട്ടിരിക്കുകയാണ്. വയനാട് തലപ്പുഴയിൽ വയനാട്ടിൽ ഭീതി വിതച്ച കടുവയ്ക്കാനുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിക്കും. തലപ്പുഴ 43 കമ്പിപ്പാലം തുടങ്ങിയ ഇടങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത്. കടുവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്ന് സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിരുന്നു. സംസ്ഥാനത്തുടനീളം വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തെ സ്ഥിതി മറ്റൊന്നല്ല. കൊല്ലം പത്തനാപുരത്തെ വിവിധ ജനവാസ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് കടുവയോ പുലിയോ ആണെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം വനം വകുപ്പ് ഇക്കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുന്നല ഭാഗത്ത് മാത്രം 2 സംഭവങ്ങളാണ് ഉണ്ടായത്. ചെമ്പ്രാമൺ തോങ്കോട് തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെയും കുറുന്തമണ്ണിൽ പകൽ മേയാൻ വിട്ട പശുക്കളിലൊന്നിനെയും വന്യമൃഗം ആക്രമിച്ചത് വനം വകുപ്പ് വാച്ചർമാർ ഉൾപ്പെടെ നേരിട്ട് കണ്ടുവെന്നും കടുവയാണെന്നും നാട്ടുകാർ പറയുന്നു. വാച്ചർമാരൊരു 4 പേരുണ്ടായിരുന്നു. അവര് കണ്ട് ഇത് ഓടി നടന്നു പോകുന്നത്. അവരെ വന്ന് രണ്ടാമത് എന്നെ കിടന്നെടുത്ത് വന്ന് ഇളക്കി വിട്ടത്. കടുവ തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാ. കടുവ തന്നെ ഉറപ്പാ. നടുക്കൂടെ വരയുണ്ട്, ബ്ലാക്ക് വരയാ. നിരന്തരമായി വന്യമൃഗശല്യം ഉണ്ടാകുന്നത് കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നതുമാണ് ആവശ്യം. കടശ്ശേരി കറൂർ മേഖലകളിൽ
നിരന്തരമായി ഇപ്പോൾ കടുവയുടെ ശല്യമാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കർഷകൻ്റെ പശുവിനെ പിടിച്ചു തിന്നുകയും ഇപ്പോൾ ഇന്നലെ തന്നെ 2 സംഭവങ്ങളാണ്. ഒരു തോങ്കോട് ഒരു ഭാഗത്ത് പോത്തിനെയും പിടിച്ചു, ഈ കറൂർ കുറുന്തോൺ ഭാഗത്ത് പശുവിനെയും പിടിച്ചു. അപ്പോൾ നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ്, കടുവയാണ് ഇറങ്ങി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കും മറ്റ് താമസക്കാർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിനെ വേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ട് ഈ ജനങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണണം. ദിവസങ്ങൾക്ക് മുൻപ് കടംശ്ശേരി ഉമ്മന്നൂരിലും മേയാൻ വിട്ട പശുവിനെ വന്യമൃഗം ആക്രമിച്ചു കൊന്ന് പൂർണ്ണമായി ഭക്ഷിച്ചിരുന്നു. പ്രായാധിക്യത്താലോ മറ്റ് രോഗം മൂലമോ ക്ഷീണിതനായ കടുവയാണ് പ്രദേശത്തുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. അതിന്റെ കാൽപ്പാടുകളും നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രദേശങ്ങളിൽ ഭീതി നിലനിൽക്കുന്നതിനാൽ ഉന്നത ഇടപെടലുകൾ ഉണ്ടാവണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം. ഡൽഹിയിൽ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഇന്ന് ഉച്ചയ്ക്ക് 12:35 രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനിയിൽ 10,000ങ്ങളെ സാക്ഷിയാക്കിയാകും സ്ഥാനാരോഹണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്ത് പ്രധാനമന്ത്രിക്കും BJP ദേശീയ നേതൃത്വത്തിനും നന്ദി അറിയിച്ച് രേഖ ഗുപ്ത. मेरे दिल्ली के लिए 2 प्राथमिकताएं हैं। पहली प्राथमिकता जो दिल्ली से के लिए हमने कमिटमेंट्स की हैं अपनी सरकार की ओर से, उन सारी कमिटमेंट्स को पूरा करना। दूसरा, आदरणीय प्रधानमंत्री नरेंद्र मोदी जी ने जो दिल्ली के लिए विजन दिया है, उस विजन को साकार करने में टीम मोदी बन के हमारे 48 के 48 विधायकगण काम करेंगे और टाइम बाउंड तरीके से एक कमिटमेंट जो हमने जनता से की है उसे पूरा किया जाएगा. വിവരങ്ങളുമായി രാംലീല മൈതാനിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഉച്ചയ്ക്ക് 12:30 സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ രേഖ ഗുപ്ത പറഞ്ഞൊരു കാര്യം, അല്പം മുമ്പ് നമ്മൾ പ്രതികരണം കേട്ടു, പറഞ്ഞൊരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP നേതൃത്വത്തിനും രേഖ ഗുപ്ത നന്ദി അറിയിക്കുന്നുണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിന്. ഒപ്പം തന്നെ BJP പറഞ്ഞ വാഗ്ദാനങ്ങൾ തീർച്ചയായും പൂർത്തീകരിക്കാൻ ശ്രമിക്കും എന്നാണ് രേഖ ഗുപ്ത പറഞ്ഞു വെച്ചത്. എന്തായാലും അവിടുത്തെ ഒരുക്കങ്ങൾ ഇപ്പോൾ എവിടെ വരെയായി? ഇതിലെ രാംലീല മൈതാനിയുടെ പ്രധാനപ്പെട്ട ഒരു ഗേറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം മുഴുവൻ BJPയുടെ കൊടിത്തോരണങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രിയായി ഇന്നിപ്പോൾ അധികാരമേൽക്കാൻ പോകുന്ന രേഖ ഗുപ്തയുടെ ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ BJP വലിയൊരു ആഘോഷമാക്കി ഇന്നത്തെ ദിവസത്തെ മാറ്റുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ന് ഡൽഹിയിൽ BJP സർക്കാർ അധികാരമേൽക്കുന്നതിൻ്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ നടക്കുന്നു. ഇന്നലെ വൈകുന്നേരം പന്ത്മാർഗിലെ BJP സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന നിർണായകമായ നിയമസഭാ കക്ഷിയോഗം 48 MLA-മാർ പങ്കെടുത്ത യോഗത്തിലാണ് രേഖ ഗുപ്തയെ തങ്ങളുടെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് രേഖ ഗുപ്ത സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ 12:35 സത്യപ്രതിജ്ഞ നടക്കുക. 10 മണിയോടുകൂടി പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന VVIP-കളെയും രാംലീല മൈതാനിയിലേക്ക് പ്രവേശിപ്പിക്കും. 12 മണിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ മൈതാനിയിലേക്ക് എത്തും. 12:35 നിലവിൽ BJP നേതൃത്വം അറിയിച്ചിരിക്കുന്ന സത്യപ്രതിജ്ഞയുടെ സമയം. നമുക്കറിയാം, സത്യപ്രതിജ്ഞ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാകും. കാരണം 7 പേരാകും സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നിപ്പോൾ അധികാരമേൽക്കുന്നത്. മാത്രമല്ല, സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ സാധാരണയായി പ്രസംഗങ്ങളോ മറ്റോ ഇല്ല. അതിനാൽ തന്നെ ഒരുപാട് സമയമെടുക്കുന്ന ഒരു ചടങ്ങല്ല. മാത്രമല്ല, ഡൽഹിയിൽ 7 പേർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വിശാലമായ ഒരു സംസ്ഥാനമൊന്നുമല്ല. ചില സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ UP, ഗുജറാത്തൊക്കെ പോലുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ ഒരുപാട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുണ്ട്. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം 5 മുതൽ 7 നേതാക്കന്മാരാകും ഇന്നിപ്പോൾ ചുമതല ഏൽക്കുന്നത്. അതിനാൽ വലിയൊരു കാലതാമസം എടുക്കാത്ത ഏതാണ്ടൊരു 20 മിനിറ്റിനകത്ത് തീരുന്ന രീതിയിലുള്ള ചടങ്ങാകും ഇന്ന് രാംലീല മൈതാനിയിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും അതിനായി 10,000-കണക്കിന് BJP പ്രവർത്തകർ രാജ്യതലസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്പസമയത്തിനകം ഈ രാംലീല മൈതാനിയിലേക്ക് എത്തിത്തുടങ്ങും. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകർക്കൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ധാരാളം VVIP-കളും ഉണ്ടാകും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുണ്ട്. ഒപ്പം
NDAയുടെ 20 മുഖ്യമന്ത്രിമാർ ചടങ്ങിന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. NDAയുടെ 20ഓളം ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഓരോ സംസ്ഥാനങ്ങളുടെയും ഉപമുഖ്യമന്ത്രിമാർ ചടങ്ങിനെത്തും. അങ്ങനെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ചടങ്ങാകും 27 വർഷത്തിന് ശേഷമുള്ള BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയായി ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. 1993-ലാണ് ഇതിനു മുൻപ് രാജ്യതലസ്ഥാനത്ത് BJP ഭരണത്തിലെത്തിയത്. അന്ന് മദൻലാൽ ഖുറാനയായിരുന്നു ഡൽഹിയിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രി. പിന്നീട് 96-ൽ അദ്ദേഹം മാറി സാഹിബ് സിംഗ് വർമ്മ എന്ന രണ്ടാമത്തെ BJP മുഖ്യമന്ത്രിയെ ഡൽഹി കണ്ടു. അതിനുശേഷമാണ് പിന്നീട് 1998 ഒക്ടോബർ മുതൽ 52 ദിവസം സുഷമ സ്വരാജ് എന്ന പ്രമുഖ നേതാവ് BJPയുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു. അങ്ങനെ 3 മുഖ്യമന്ത്രിമാരാണ് മുൻപ് ഡൽഹിയിൽ BJP കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് 27 വർഷക്കാലം അധികാരത്തിന് പുറത്ത് BJPക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം രാജ്യതലസ്ഥാനത്ത് രൂപപ്പെട്ടു. എന്തായാലും അത് കഴിഞ്ഞ് ഇപ്പോൾ അത്യുജ്വലമായ ഒരു വിജയം കഴിഞ്ഞ 5-ാം തീയതി നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായി. അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. BJPയുടെ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് യമുന ശുചീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ യമുനയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ഇന്നിപ്പോൾ 12 മണിക്ക് ശേഷമാണ് സർക്കാർ ചുമതലയേൽക്കുന്നതെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യമുനയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയും കേന്ദ്ര സർക്കാരും നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങി. അത് കൃത്യമായ ഒരു സന്ദേശമാണ് ഡൽഹി ജനതയ്ക്ക് നൽകുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പാക്കും, നിറവേറ്റും എന്ന കൃത്യമായ സന്ദേശമാണ് യമുന ശുചീകരണം ഇതിനകം തന്നെ തുടങ്ങിക്കൊണ്ട് BJP നൽകിയിരിക്കുന്നത്. അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയും രാജ്യതലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ ആകെ മാറ്റി ലോകോത്തര നിലവാരത്തിലേക്ക് നാഷണൽ ക്യാപിറ്റലിനെ മാറ്റുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ സർക്കാർ അധികാരത്തിലേറുന്നത്. ഒപ്പം ഒരു വനിതാ മുഖ്യമന്ത്രി വീണ്ടും ഡൽഹിയിലേക്ക് എത്തുന്നു. BJPയെ സംബന്ധിച്ച് BJPയുടെ 5ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഇന്നിപ്പോൾ അധികാരമേറാൻ പോകുന്ന രേഖാ ഗുപ്ത. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വന്ന് പിന്നീട് യുവമോർച്ചയിലും പിന്നീട് മഹിളാ മോർച്ചയിലും കൗൺസിലറായും ഒക്കെ പ്രവർത്തിച്ച എക്കാലവും ഏതാണ്ടൊരു 90കളിൽ തുടങ്ങിയ സംഘടനാ പ്രവർത്തനം 92-ലാണ് ഔദ്യോഗികമായി ABVPയിൽ എത്തുന്നത്. പിന്നീട് 96-97 കാലത്ത് ഡുസുവിൻ്റെ യൂണിയൻ പ്രസിഡന്റായി പ്രവർത്തിച്ചു. അതിനുശേഷമാണ് പിന്നീട് ഡൽഹി യുവമോർച്ച ഘടകത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒടുവിൽ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നത്. മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷ, അതോടൊപ്പം തന്നെ ഡൽഹി ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലും രേഖാ ഗുപ്ത പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അടിമുടി പ്രവർത്തകർക്കൊപ്പം ജീവിക്കുന്ന വളരെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ് രാജ്യതലസ്ഥാനത്തിൻ്റെ അധികാരം ഇപ്പോൾ BJP ഏൽപ്പിക്കാൻ പോകുന്നത്. നിഖിൽ. ശരി ഗൗതം, എന്തായാലും ഡൽഹി ഈ ഒരു ചടങ്ങിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി എത്തും. ഉച്ചയ്ക്ക് 12:30 ചടങ്ങുകൾ നടക്കുക. ശരി, ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി എത്തുമ്പോൾ വിവാദങ്ങൾക്കിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ UGC വിരുദ്ധ കൺവെൻഷൻ ഇന്ന്. UGC ചട്ട ഭേദഗതിക്കെതിരെയാണ് BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധി യോഗം തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. കേരളം, തമിഴ്നാട്, തെലങ്കാന, പഞ്ചാബ്, കർണാടക സംസ്ഥാനങ്ങൾക്കാണ് ക്ഷണം. അതേസമയം കൺവെൻഷനുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിൽ ചാൻസലറായ ഗവർണർ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കൺവെൻഷനിൽ പങ്കെടുക്കുന്ന കാര്യം VC-മാർക്ക് സ്വയം തീരുമാനിക്കാമെന്നും രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട്. കൺവെൻഷനിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തേക്കില്ല എന്നുള്ളൊരു വാർത്ത കൂടി ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടതുണ്ട്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇതിൽ ഏറ്റവും പുതുതായി നമുക്ക് പങ്കുവെക്കാനുള്ളത് കൺവെൻഷനിൽ സർവകലാശാല VC-മാർ പങ്കെടുത്തേക്കില്ല എന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് UGC വിരുദ്ധം എന്നുള്ള അതിനെ മാറ്റി അല്ലെങ്കിൽ അതിനൊരു തിരുത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്നത് VC-മാർ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തേക്കില്ല എന്ന് തന്നെയാണല്ലേ? ദേവിക, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെ 10:30 തിരുവനന്തപുരത്ത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിന് പുറമെ പഞ്ചാബുണ്ട്, കർണാടകയുണ്ട്, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഇതര സർക്കാരുകൾ ഭരണം നടത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഭരണഘടനാ സംവിധാനത്തിനെതിരെ ഒരു സംസ്ഥാനം ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതും സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ യൂണിവേഴ്സിറ്റികളുടെ തനത് ഫണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട്
കോട്ട നിശ്ചയിച്ച് ഈ പരിപാടിയിൽ ആളുകൾ പങ്കെടുക്കണം, വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണം എന്നുള്ളതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ്. ഇന്നലെ ഉത്തരവിനെ എതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ഗവർണർ അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നേരിട്ട് മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ച സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് UGC വിരുദ്ധ സെമിനാർ എന്ന രീതിയിലുള്ള ആ പേര് മാറ്റി ദേശീയ കൺവെൻഷൻ എന്ന രീതിയിലൊക്കെ ആ പേരിനെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരിപാടിയിൽ ഇനി ഏതൊക്കെ സർവകലാശാലകളുടെ VC-മാർ പങ്കെടുക്കുമെന്നുള്ളതാണ്. നിലവിൽ ഈ VC-മാരുടെ അഭിപ്രായങ്ങൾ UGC ചട്ടഭേദഗതിയിലുള്ള ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് UGC അറിയിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. വിവിധ VC-മാർ അത് നൽകുകയും ചെയ്തിരുന്നു. രാജ്ഭവനിൽ പ്രത്യേകിച്ച് ചാൻസലർ കൂടിയായ ഗവർണറെ കൂടി ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ VC-മാർ ഇതിനെ ഏത് രീതിയിൽ കാണുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇതിലെ ആശങ്കകൾ, ഒപ്പം തന്നെ ഞങ്ങൾ എങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം, ഏത് തരത്തിലായിരിക്കണം ഈ പരിപാടിയിൽ പങ്കെടുക്കണം, പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് VC-മാരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇതിലെ ആശങ്കകളും ഒപ്പം തന്നെ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു ആ പരിപാടിയുടെ അജണ്ടയായി വെച്ചിരുന്നത്. പിന്നീടാണ് ഇത് രാഷ്ട്രീയ മാനം വരികയും ഒപ്പം UGC വിരുദ്ധ സെമിനാറായി ഇത് മാറുകയും ചെയ്തിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഏത് തരത്തിൽ ഇതിൽ പങ്കെടുക്കണം, എങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഇന്നലെ കേരള സർവകലാശാലയുടെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഗവർണർക്ക് ഇമെയിൽ അയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് രാജ്ഭവൻ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് കേരള സർവകലാശാല VC ഇതിൽ പങ്കെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മറ്റ് 13 സർവകലാശാലകളിലെ VC-മാരും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. പ്രത്യേകിച്ച് സർവകലാശാലയുടെ അധിപൻ ചാൻസലറാണ്. അദ്ദേഹം എതിർപ്പറിയിച്ച ഒരു പരിപാടിയിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ഭരണഘടനാ സംവിധാനം എന്ന നിലയിൽ VC-മാർ സർവകലാശാല VC-മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 10:30 തന്നെ പരിപാടി നടക്കുമെന്നുള്ളത് അറിയിക്കുന്നുണ്ട്. ഇന്നലെ ഈ ഉത്തരവ്, മാർഗനിർദ്ദേശം പുറത്തിറക്കിയ ഉത്തരവടക്കം ചില മാറ്റങ്ങൾ വരുത്തി പിന്നീട് സർക്കാർ അത് ഇറക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെയും UGC-ക്കെതിരെയും കൈകോർക്കാനായി ഒരു സമര ആഹ്വാനത്തിനും പ്രമേയം പാസാക്കാനുമായ ഒരു വേദി അത് സർക്കാർ ചെലവിൽ തന്നെ നടത്തുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഇനി ഗവർണർ ഏതെങ്കിലും തരത്തിൽ ഈ അവസാന മണിക്കൂറിൽ ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും VC-മാർ ഈ നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ച് പോവുകയാണെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള നടപടികൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും തുടക്കം മുതൽ തന്നെ കൃത്യമായി ഫയലുകൾ പഠിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇക്കാര്യത്തിലും കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് UGC-യുടെ മാർഗനിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ, പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്തെ ഗവർണർക്കായിരിക്കും ഓരോ സർവകലാശാലകളുടെയും പരമോന്നത ചുമതലകൾ ഉള്ളത്. അത് സംസ്ഥാന സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കാനുള്ള നടപടികൾ പല ഘട്ടങ്ങളിൽ ഇടത് സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലുകളടക്കം പാസാക്കിയെങ്കിലും അതടക്കം അംഗീകാരം ലഭിക്കാതെ രാഷ്ട്രപതി ഭവനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ ഒരു കൺവെൻഷൻ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഗവർണറുടെ ഇടപെടൽ നിർണായകമാണ്. ഒപ്പം തന്നെ ആരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതും ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറും. എന്തായാലും സർവകലാശാല VC-കളിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അവ പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ രാജ്ഭവൻ പിന്നീട് നടത്തുന്ന നീക്കങ്ങൾ എന്താകുമെന്നുള്ളതും വലിയ രീതിയിൽ ചർച്ചയാകും. എന്തായാലും തുടക്കം മുതൽ തന്നെ ഒരു സൗഹൃദത്തിൽ തുടങ്ങിയ ഗവർണർ സർക്കാർ ആ സൗഹൃദം വഴിതെറ്റുകയാണോ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഗവർണർ തർക്കത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയാണോ എന്നൊക്കെ കണ്ടറിയാൻ ഇനി വളരെ ചുരുക്കം സമയങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഗവർണർ അടക്കമുള്ളവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തുമോ എന്നുള്ളതും വളരെ ചോദ്യമായി നിൽക്കുകയാണ്. ദേവിക. ശരി ശാലിനി. ചാരപ്രവൃത്തി കേസിൽ NIA അന്വേഷണം കൂടുതൽ മലയാളികളിലേക്കും. പാകിസ്ഥാന് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തിയതായി സംശയം. നാവിക താവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും കൈമാറിയതായി സൂചന. കൊച്ചി, വിശാഖപട്ടണം കപ്പൽശാലകളിലെ വിവരങ്ങളും ചോർത്തിയെന്നും സംശയമുണ്ട്. കൊച്ചി സ്വദേശിയായ PA അഭിലാഷിനടക്കം 3 പേരെ NIA പിടികൂടിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, രാജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് കൈമാറി എന്നാണ് സൂചന. ഒപ്പം തന്നെ ചാരപ്രവൃത്തി ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത അടക്കം ഉള്ള നടപടിക്രമങ്ങൾ ഇന്ന് നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളി അഭിലാഷ് അടക്കം, കടമക്കുടി സ്വദേശി അഭിലാഷ് അടക്കമാണ് 3 പേർ പിടിയിലായിട്ടുള്ളത്. ഇവർക്കെതിരെ നേരത്തെയും ചില ആരോപണങ്ങൾ, ചില സൂചനകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശാഖപട്ടണം ചാരപ്രവൃത്തി കേസുമായി ബന്ധപ്പെട്ടും കൊച്ചി കപ്പൽശാലയിൽ നിന്ന് ചില വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ടുമെല്ലാം അന്വേഷണം നേരിടുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കാർവാറിലെ നാവിക താവളത്തിന്റെ നിർണായകമായ പല വിവരങ്ങളും, ചിത്രങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാന വിവരങ്ങൾ അടക്കം
പാക് ചാരസംഘടനയായ ISIക്ക് ചോർത്തി നൽകി എന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ലഭിച്ച പ്രധാനപ്പെട്ട തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഈ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ കൂടുതൽ പ്രതികൾ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്, മലയാളികൾ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസി. ഹൈദരാബാദ് NIA യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാർവാറിലെ കപ്പൽശാലയിൽ പ്രധാനമായും നാവികതാവളത്തിൽ നിന്നുണ്ടായിരുന്ന ഫോട്ടോകൾ കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം ഹണി ട്രാപ്പിലൂടെയാണ് ISI ഈ വിവരങ്ങൾ ഇവരിൽ നിന്ന് ചോർത്തിയത് എന്നതാണ് NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഹണി ട്രാപ്പിലൂടെ നിരവധി ഘട്ടങ്ങളിലായി പല നിർണായക വിവരങ്ങളും പാക് ചാര സംഘടന ചോർത്തി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. മാത്രമല്ല മലയാളി ഉൾപ്പെട്ട സംഘം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ കൊച്ചി കപ്പൽശാലയിലെ പ്രധാനപ്പെട്ട വിവരങ്ങളും കൊച്ചി നാവിക താവളവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളും എല്ലാം പുറത്തു പോകാനോ ഏതെങ്കിലും തരത്തിൽ ചോർത്താനോ എല്ലാമുള്ള സാധ്യതകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ തന്നെ അഭിലാഷിനെ മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് NIA ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കാർവാറിലെ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നതും അതിനുശേഷം കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ 3 പേരെയും ഹൈദരാബാദ് യൂണിറ്റ് ഹൈദരാബാദിലെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് കടക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചും ഏതെല്ലാം വിവരങ്ങളാണ് ഇത്തരത്തിൽ ചോർത്തി നൽകിയത് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ അത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുകയുള്ളൂ. ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇവർക്ക് പണം ലഭിച്ചിരുന്നു ഈ ചാരപ്രവർത്തിക്ക് എന്നൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5 മാസത്തോളം ഒരു നിശ്ചിത തുക ഇവരിൽ പലരും പാക് ചാരസംഘടനയായ ISIയിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പണം കൈപ്പറ്റിയാണ് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സുരക്ഷാ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയിരിക്കുന്നത് എന്നും വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവകരമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ അഭിലാഷ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത്. അഭിലാഷിനെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം ആണ് മറ്റ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നത്. ജിജീഷ്, ഈ 3 പേരടങ്ങുന്ന മലയാളി സംഘം മാത്രമാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ കൂടുതൽ മലയാളികൾ ഉണ്ടെന്ന് NIA സംശയിക്കുന്നുണ്ടോ? ദേവിക, അത്തരത്തിലുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ അഭിലാഷിനൊപ്പം തന്നെ മറ്റു ചില ആളുകളും ഇത്തരത്തിലുള്ള ഒരു ചാരപ്രവൃത്തിയുടെ ഭാഗമായി മാറാനുള്ള സാധ്യത ദേശീയ അന്വേഷണ ഏജൻസി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു. പ്രത്യേകിച്ച് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലുള്ള ഒപ്പമുണ്ടായിരുന്ന മലയാളികൾ അവരെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷിക്കുന്നു. വിശദമായ അന്വേഷണം ചോദ്യം ചെയ്യുന്നതോട് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. നേരത്തെ വിശാഖപട്ടണം കേസുമായി ബന്ധപ്പെട്ട് NIA അഭിലാഷിനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അതിൽ തനിക്ക് പങ്കില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരച്ചോർച്ചകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് കാർവാറിലെ വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ലഭിച്ചപ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴും അന്വേഷണം അഭിലാഷിനെ കൂടി കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സ്വാഭാവികമായും മറ്റു ചില ആളുകളുടെ പങ്കാളിത്തം, രാജ്യവിരുദ്ധ ശക്തികൾ അഭിലാഷിനെ ഉപയോഗപ്പെടുത്തിയിരിക്കാനുള്ള ഒരു സാധ്യത എല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ താല്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ചില സംഘടനകളെ കൂടി കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള മലയാളികൾ ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് തന്നെയാണ് വിശദമായി തന്നെയുള്ള അന്വേഷണം നടക്കുന്നത്. അത്തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ ലഭിക്കുന്നതോടുകൂടി തന്നെ അഭിലാഷിനെയും ഇപ്പോൾ പിടിയിലായിട്ടുള്ള മറ്റ് അക്ഷയ് അടക്കമുള്ള 3 പേരെയും വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരുടെ കൂട്ടാളികളായ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും ലഭിക്കുക. എന്നാൽ നിർണായകവും ഏറ്റവും തന്ത്രപ്രധാനമായ വിവരങ്ങൾ തന്നെ പാക് ചാരസംഘടന ISIക്ക് ലഭിച്ചു എന്ന് കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എന്തെല്ലാമാണ് ആ വിവരങ്ങൾ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇവർക്ക് പ്രതിഫലം ലഭിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. 5 മാസത്തോളം പ്രതിഫലം കൈപ്പറ്റിയിരുന്നു. മാത്രമല്ല ഹണി ട്രാപ്പിലൂടെയാണ് ഇതിന്റെ ഭാഗമാക്കി ഇവരെ കൊണ്ടുവരുന്നത് എന്നൊരു വിവരവും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഹണി ട്രാപ്പിലൂടെ ആ യുവതി നൽകുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ ഇവർ കൈമാറുകയായിരുന്നു പല ഘട്ടങ്ങളിലായി എന്നുകൂടി അന്വേഷണ സംഘത്തിൽ വ്യക്തമായിട്ടുണ്ട്. ശരി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കല്ലമ്പലത്ത് മദ്രസ വിദ്യാർത്ഥികൾക്ക് പ്രകൃതി വിരുദ്ധ പീഡനം. സ്വകാര്യ അറബി കോളേജ് ഹോസ്റ്റലിൽ വെച്ചാണ് 13-കാരന് പീഡനമേറ്റത്. പരാതി പറഞ്ഞ വൈസ് പ്രിൻസിപ്പലും കുട്ടിയെ മർദ്ദിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം 7 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കുട്ടി എത്രത്തോളം കാലം
ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി ആരൊക്കെയായിരുന്നു കുട്ടിയെ ഉപദ്രവിച്ചിരുന്നത്? ദേവിക, തിരുവനന്തപുരത്ത് കല്ലമ്പലത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മദ്രസയുടെ ക്യാമ്പസിൽ നിന്നും, അതായത് ഹോസ്റ്റലിൽ നിന്നാണ് കുട്ടിക്ക് പീഡനമേൽക്കുന്നത്. അതായത് ഒരു ഇസ്ലാമിക ദേവാലയത്തോട് ചേർന്ന് ഉള്ളതാണ് ഈ മദ്രസ. ആ മദ്രസയിലെ വിദ്യാർത്ഥിക്കാണ് ഈ പ്രകൃതി വിരുദ്ധ പീഡനമേൽക്കുന്നത്. കൂടെ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അതിൽ 7ഓളം വിദ്യാർത്ഥികൾ അതിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രായപൂർത്തിയാകാത്തതും അല്ലാത്തതുമായ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനം ഏൽപ്പിച്ചതിൽ. ക്രൂരമായ രീതിയിൽ പീഡനമേൽക്കുകയും കുട്ടിക്ക് പീഡനമേൽക്കേണ്ട സാഹചര്യമുണ്ടായി. അതായത് അതിനുശേഷം കുട്ടി ആ കോളേജിന്റെ തന്നെ ഒരു വൈസ് പ്രിൻസിപ്പലുണ്ട്, മുഹമ്മദ് റഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തോട് പരാതി പറയുന്നു. പരാതി പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹവും ഈ കൃത്യം മറച്ചു വെക്കുകയാണ് ചെയ്തത്. മറച്ചു വെക്കുക മാത്രമല്ല, കുട്ടിയെ, ഈ 13 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദനമേൽപ്പിക്കുകയും ചെയ്തു, മർദ്ദനമുറകൾ ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ, മാതാപിതാക്കൾ എത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കല്ലമ്പലം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴികൾ അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത്. 7ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കിളിമന്നൂർ തട്ടത്തുമല സ്വദേശിയായ മുഹമ്മദ് മുഹ്സിൻ, 22 വയസ്സുള്ള മുഹ്സിനാണ്. അതോടൊപ്പം തന്നെ മണമ്പൂർ തോട്ടക്കാട് സ്വദേശി 24 വയസ്സുള്ള മുഹമ്മദ് ഷമീർ, അതോടൊപ്പം മുഹമ്മദ് റഫീഖ്, അദ്ദേഹം പ്രിൻസിപ്പലാണ്, വൈസ് പ്രിൻസിപ്പലാണ്. ഇത്രയും പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. അല്ലാത്ത പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. മാത്രമല്ല, ഈ വൈസ് പ്രിൻസിപ്പലിനെതിരെ കുറ്റം മറച്ചുവെക്കലടക്കമുള്ള ഈ സംഭവം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു, അതുപോലെ തന്നെ കുട്ടിയെ മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്, 13 വയസ്സുള്ള വിദ്യാർത്ഥിക്കാണ് സഹപാഠികളിൽ നിന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ഒരു ഇസ്ലാമിക ദേവാലയത്തിനോട് ചേർന്നുള്ള ഈ അറബിക് കോളേജാണ്. ആ വിവിധ പ്രായത്തിലുള്ളവർ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്, ഈ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് വിവിധ പ്രായത്തിലുള്ള 22 വയസ്സും 24 വയസ്സുള്ളവരും ഉണ്ടാകും. അതോടൊപ്പം തന്നെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളെല്ലാം പഠിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അവിടെയാണ് ഈ 13 വയസ്സുകാരൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിൽ തന്നെയുള്ള, അതായത് ഈ ഇസ്ലാമിക ദേവാലയത്തിന്റെ അറബിക് കോളേജിന്റെ പരിസരത്ത് ക്യാമ്പസിൽ തന്നെയുള്ള ഒരു ഹോസ്റ്റലിൽ തന്നെയാണ് ഈ കുട്ടി താമസിക്കുകയും ചെയ്തത്. ആ ഹോസ്റ്റലിൽ വെച്ചാണ് കുട്ടിക്ക് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായ കുട്ടി ആരൊക്കെയാണ് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഇപ്പോഴും അവ്യക്തത ഉണ്ട് അല്ലേ? പീഡനം ഏൽപ്പിച്ചവരെ കുറിച്ചുള്ള അവ്യക്തതകളൊന്നും നിലവിലില്ല. കുട്ടി എല്ലാവരെയും തിരിച്ചറിയാവുന്നവരാണ്. അതായത് ഈ സ്ഥലത്തുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും തിരിച്ചറിയാവുന്ന തന്നെയാണ്. കുട്ടി എല്ലാവരെയും പേര് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുതിർന്ന 2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മറ്റത് 2 പേരെ അറസ്റ്റ് ചെയ്തത്. മറ്റത് മൈനർ വിദ്യാർത്ഥികളാണ്, പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. അവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ വൈസ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ മുഹമ്മദ് എതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹം ഇതിൽ കൃത്യം മറച്ചു വെച്ചതെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം എന്ന് പറയുന്നത്. അതായത് ഈ 13 വയസ്സുകാരൻ, നമുക്കറിയാം 13 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. ആ കുട്ടി ഇത്തരത്തിലൊരു മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും ഒരു ക്രൂരമായ രീതിയിൽ ഒരു പീഡനം ഏൽക്കുന്നു. ആ പീഡനം ഏറ്റതിന് ശേഷം ഒരു പരാതി പറയുമ്പോൾ ആ പരാതി എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിന് ആ കുട്ടിക്ക് അനുകൂലമായി നിന്നുകൊണ്ട് മറ്റ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ട സ്ഥാനത്ത് വീണ്ടും ഈ 13 വയസ്സുകാരനെ ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയമാക്കുന്ന സ്ഥിതിയാണ് ഈ മുതിർന്ന ഈ പ്രിൻസിപ്പൽ എന്ന വൈസ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുഹമ്മദ് റഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്നാണ് ഈ കുട്ടി ബന്ധുക്കളെ വിളിച്ചറിയിക്കുന്ന രീതിയിൽ, അതായത് മാതാപിതാക്കളെ ഈ വിവരം വിളിച്ചറിയിക്കുന്ന നിലയിലേക്ക് എത്തിയത്. അതിനുശേഷം ആണ് പിന്നീട് കല്ലമ്പലം പോലീസിൽ പരാതി പറയുന്നത്. ആദ്യം ഇത് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ വളരെയേറെ നടന്നിരുന്നു. അതായത് ഇത് പുറത്തു പറയാതിരിക്കുവാൻ മാധ്യമങ്ങളടക്കം ശ്രദ്ധയിൽ നിന്നും തിരിക്കുന്നൊരു ശ്രമം നടത്തിയിരുന്നു. കോളേജിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ ഉറച്ചു നിന്നതോടുകൂടിയാണ് പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തുകയും ഈ
ഈ വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. 7 പേർ ഈ ഉൾപ്പെടെ വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത മറ്റ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 7 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റ് കുട്ടിയെ അതിനുശേഷം ഈ അറസ്റ്റിലായവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. വലിയ രീതിയിൽ ഈ കുട്ടിക്ക് മർദ്ദനവും അതോടൊപ്പം തന്നെ പ്രകൃതി വിരുദ്ധ പീഡനവും ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണ്. ഈ പല സ്ഥലങ്ങളിൽ നിന്നുള്ള, അതായത് ജില്ലയുടെയും അതുപോലെ തന്നെ ജില്ല വിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഈ സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇസ്ലാമിക ദേവാലയത്തിനോട് ചേർന്നുള്ള ക്യാമ്പസിൽ അറബിക് കോളേജിൽ എത്തുന്നത്, അവിടെ പഠിക്കുന്നത്. അതിന്റെ വിവിധ ഘട്ടത്തിൽ വിവിധ പ്രായമുള്ള വിദ്യാർത്ഥികൾ അവിടെ നിലവിലുണ്ട്. ഇവരുടെ സുരക്ഷിതത്വം എത്രത്തോളമാണ് ഉറപ്പാക്കുന്നത് നടക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും കാരണം ഈ ഇത്തരം വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഈ കോളേജിന്റെയും അല്ലെങ്കിൽ കല്ലമ്പലത്താണ് മദ്രസ വിദ്യാർത്ഥിക്ക് പ്രകൃതി വിരുദ്ധ പീഡനം നേരിടേണ്ടി വന്നത്. സ്വകാര്യ അറബി കോളേജ് ഹോസ്റ്റലിൽ വെച്ചാണ് 13-കാരന് പീഡനമേറ്റത്. പരാതി പറഞ്ഞ വൈസ് പ്രിൻസിപ്പലും കുട്ടിയെ മർദ്ദിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം 7 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മറ്റു വാർത്തകൾക്ക് കണ്ണൂരിൽ ക്ഷേത്രഭൂമി അനധികൃതമായി സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത്. കണ്ണൂർ കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ അവകാശമുന്നയിച്ച സ്വകാര്യ വ്യക്തിക്ക് പട്ടയം അനുവദിച്ചത് നേരത്തെ വിവാദമായിരുന്നു. ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്വകാര്യ വ്യക്തികൾക്ക് ക്ഷേത്രഭൂമി പട്ടയം അനുവദിച്ചത് എന്ന വിമർശനവും ഉയർന്നിരുന്നു. ജനം ടിവിയാണ് ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത്. വിവരങ്ങളുമായി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, വിവരങ്ങൾ. നിഖില്, കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കണ്ണൂർ കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ ഭൂമി വളപട്ടണത്തെ ഒരു സ്വകാര്യ പ്ലൈവുഡ് കമ്പനിക്ക് പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം ഉയർന്നത്. സാധാരണഗതിയിൽ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നത്. ഈ കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ ഭൂമി എന്ന് പറയുന്നത് ചിറക്കൽ ദേവസ്വത്തിന്റെ ഭൂമിയാണ്. ആ ഭൂമിയാണ് നിശ്ചിത വർഷം കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന ആ വ്യക്തി ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറെ സമീപിക്കുകയും അവർ ഈ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ആ സ്വകാര്യ വ്യക്തിക്ക് പട്ടയം നൽകുകയും ചെയ്തു എന്നായിരുന്നു അന്നത്തെ പരാതി. സാധാരണഗതിയിൽ ആരുടെ പക്കൽ നിന്നാണോ ഈ പട്ടയം ലഭിക്കേണ്ടത്, ആ പട്ടയം ലഭിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് 2 പേരുടെയും ഭാഗം, അതായത് സ്വകാര്യ വ്യക്തിയുടെയും ഭാഗം കേൾക്കണം, ദേവസ്വത്തിന്റെയും ഭാഗം കേൾക്കണം. അങ്ങനെ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ പട്ടയം അനുവദിക്കാൻ പാടുള്ളൂ എന്നൊരു ചട്ടം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ദേവസ്വ ഭൂമിയുടെ പുറത്ത് അവകാശം ഉന്നയിക്കുന്ന ആളുകളുടെയും ഈ ദേവസ്വത്തിന്റെയും കൃത്യമായ ഭാഗം കേട്ട് അത് ഒരു 3-അംഗ സമിതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ പട്ടയം അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നത്. ഈ വിഷയം ജനം ടിവി നമ്മൾ പുറത്തുവിട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോൾ ആ വിഷയം ഹിന്ദു ഐക്യവേദി നേരിട്ട് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ പരമ്പരകളുമായി മുന്നോട്ട് പോകാനാണ് ഹിന്ദു ഐക്യവേദി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവരോട് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതും. കാരണം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. ഈ കണ്ണൂർ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കുന്ന CR ഷാജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പട്ടയം അനുവദിക്കുന്നത് ഒരു ആരോപണമാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹം കൊടുത്ത പട്ടയങ്ങൾ മുഴുവൻ പുനഃപരിശോധിക്കണം. നിലവിൽ കൊടുത്തിരിക്കുന്ന പട്ടയങ്ങൾ, ക്ഷേത്രഭൂമിക്ക് സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയിരിക്കുന്ന പട്ടയം അത് പൂർണ്ണമായും റദ്ദു ചെയ്യണം. മാത്രമല്ല, ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ നൽകിയ പട്ടയങ്ങൾ മുഴുവൻ റദ്ദു ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണം. കാരണം ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് വ്യാപകമായി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പട്ടയം കൊടുക്കുന്നത്, ആ കൊടുക്കുന്നതിന് പിന്നിൽ ചില ഗൂഢ താല്പര്യങ്ങളുണ്ട് എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഈ ക്ഷേത്രഭൂമികൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പട്ടയം നൽകുന്ന നടപടി അംഗീകരിച്ചു കൊടുക്കാനാകില്ല. ഇനിയും അത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിഖിൽ. ശരി മിഥുൻ.
നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഭാരതം വിശ്വഗുരുവാകുമെന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. RSS പ്രവർത്തനങ്ങൾ രാജ്യമെമ്പാടും ശക്തി പ്രാപിക്കുകയും അനുദിനം വികസിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ പുനർനിർമ്മിച്ച RSS കാര്യാലയം കേശവ് കുഞ്ഞിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. जितनी भव्यता इस कार्यालय की दिखती है, उतना भव्य संघ कार्य का स्वरूप, उसकी अनुभूति इसमें मिलना चाहिए. अवस्था बदलने में समय नहीं लगता. उपेक्षा थी, चली गई. विरोध था, चला गया. हम चलते रहे. तो अब हमारी दशा बदल गई. बदलती दशा में दिशा नहीं बदलनी चाहिए, इसका ध्यान रखना पड़ता है. उपेक्षा ही हमको सावधान रखती थी. विरोध में विरोध ही हमको सावधान रखता था. अब चारों ओर अनुकूलता है तो हमको अपने को सावधान स्वयं ही रखना पड़ेगा, क्योंकि इतनी अच्छी अच्छी बातें संघ के बारे में कही जाएगी. वो परंपरा की दृष्टि से तो बिल्कुल सत्य है. तो केवल हमारी परंपरा नहीं, वो चलती है, वो वर्तमान भी है और भविष्य भी होगा. ये हमको देखना है. कार्य का आलय क्यों होता है? ये साधना सतत चलती रहे, इसकी प्रेरणा वहां से मिलती है, तब मातृभूमि की अर्चना संपन्न होती है. ऐसा कुछ सोचकर ये 3 नाम रखे होंगे. പാതിവില തട്ടിപ്പ് കേസിൽ ED റെയ്ഡിൽ പിടിച്ചെടുത്തത് നിർണായക ഡിജിറ്റൽ തെളിവുകൾ. പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് ഒരുങ്ങി ED. ആദ്യ പരാതിയെ തുടർന്ന് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ ഡിജിറ്റൽ തെളിവുകളും നശിപ്പിച്ചിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എത്രത്തോളം നിർണായകമായ ഡിജിറ്റൽ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചേക്കാം എന്നൊരു സംശയം കൂടി ഒരു ഘട്ടത്തിലുണ്ടല്ലേ? ദേവിക, ED കേസുകളിൽ പ്രധാന തെളിവുകളായിട്ട് മാറിയേക്കാവുന്നതാണ് ഈ ഡിജിറ്റൽ രേഖകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ. നിലവിൽ പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനം എമ്പാടും നടത്തിയ റെയ്ഡിൽ ED പിടിച്ചെടുത്തത് വിവിധ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, പെൻഡ്രൈവുകൾ എന്നിവയാണ്. ഇത് ഡിജിറ്റൽ രേഖകളായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനി കടക്കുക. സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ അയക്കും. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അടക്കം ഈ കേസിൽ നിർണായകമായേക്കുമെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രധാനമായിട്ടും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകൾ ഈ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും അതോടൊപ്പം തന്നെ പെൻഡ്രൈവുകളിലും ഉണ്ട് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഈ കേസിലെ പ്രധാന തെളിവായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിലടക്കം സമർപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റെയ്ഡുകൾ നടന്ന ഇടങ്ങൾ, 12 കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാറിന്റെയും കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ മുഖ്യപ്രതിയായിട്ടുള്ള അനന്തു കൃഷ്ണന്റെ നിയമോപദേശകയായിട്ടുള്ള ലാലി വിൻസെന്റിന്റെയും അതോടൊപ്പം തന്നെ അനന്തു കൃഷ്ണന്റെയും വീടുകൾ, ഓഫീസുകൾ, ഈ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു റെയ്ഡ് നടന്നത്. ഇവിടങ്ങളിൽ നിന്നും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളെ കൂടാതെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമാക്കുന്ന ചില രേഖകൾ കൂടി EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. മാത്രവുമല്ല, നിലവിൽ 4 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് ED നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ അത് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കും ED കടക്കുന്നു എന്നുള്ള ഒരു സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ അനന്തു കൃഷ്ണന്റെ അതോടൊപ്പം തന്നെ മറ്റു ചിലരുടെയും ബാങ്ക് അക്കൗണ്ടുകളായിരുന്നു ED മരവിപ്പിച്ചത്. ഈ ED മരവിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ ചില ഡിജിറ്റൽ രേഖകൾ അത് മറച്ചു വയ്ക്കാനും അത് നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം അനന്തു കൃഷ്ണൻ നടത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടി ED കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ചില രേഖകൾ വിട്ടുപോയിട്ടുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നിലവിൽ ലഭിച്ചിട്ടുള്ള പെൻഡ്രൈവുകളിൽ അടക്കം
കൃത്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കണ്ടെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്കായിരിക്കും. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ ആളുകളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇഡി കടക്കുക. എന്തായാലും ലാലി വിൻസെന്റിനെ അടക്കം അതോടൊപ്പം തന്നെ ആനന്ദകുമാറിനെയും സമൻസ് നൽകി ചോദ്യം ചെയ്യാനായിട്ടുള്ള നടപടികളിലേക്കും വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. ദേവിക. ശരി രേഷ്മ, തുടരുക. മറ്റൊരു റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മയക്കുവെടി വെച്ച് അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടുകൊമ്പന് ചികിത്സ ആരംഭിച്ചു. മസ്തകത്തിൽ ആഴത്തിൽ മുറിവേറ്റ ആനയെ ഇന്നലെ രാവിലെയോടെയാണ് കോടനാട്ടെ ആനക്കൂട്ടിലാക്കിയത്. 1.5 മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്ന് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയും ആനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് DFO ആർ ലക്ഷ്മിയും പറഞ്ഞു. രേഷ്മ തുടരുന്നുണ്ട്. രേഷ്മ, ആനയുടെ നിലവിലത്തെ ആരോഗ്യസ്ഥിതി? നിഖിൽ, നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരം തന്നെയാണ്. പക്ഷെ തീറ്റ കഴിച്ചു തുടങ്ങി, അതുകൊണ്ട് ഭക്ഷണം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വിദഗ്ധ സംഘമുള്ളത്. ചീഫ് വെറ്ററിനറി സർജനായിട്ടുള്ള ഡോക്ടർ അരുൺ സെക്രട്ടറിയുടെ സംഘമാണ് ആനയെ പരിശോധിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ കോടനാട് എത്തിച്ച ശേഷം നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഒപ്പം തന്നെ സ്വാഭാവിക ജീവിതത്തിലേക്ക് ആന കടക്കാനുള്ള ഒരു സാധ്യത 30% മാത്രമെന്നാണ് നിലവിലെ നിഗമനത്തിൽ ഉള്ളത്. എന്തായാലും വിദഗ്ധ സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദഗ്ധ സംഘം തയ്യാറാക്കുന്ന പദ്ധതി പ്രകാരമായിരിക്കും ഇനി ചികിത്സ മുന്നോട്ട് പോവുക. ഇതിനു വേണ്ടിയിട്ട് ഒരു പാനൽ തയ്യാറാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇനി കടക്കുക. ആ വിദഗ്ധ പാനൽ തന്നെയായിരിക്കും ആനയ്ക്ക് ഏത് വിധത്തിലുള്ള എപ്രകാരമുള്ള ചികിത്സ നൽകണമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയുള്ളൂ. എന്തായാലും പൂർണ്ണമായിട്ടും ഈ മയക്കത്തിൽ നിന്ന് വിട്ടകന്നതിന് ശേഷമായിരിക്കും ആനയ്ക്ക് തുടർ ചികിത്സ നൽകുക. പ്രാഥമികമായിട്ടുള്ള ചികിത്സ ഇന്നലെ മയക്കുവെടി വെച്ച് അതിനുശേഷം അവിടെ വെച്ച് തന്നെ, അതായത് അതിരപ്പള്ളിയിൽ വെച്ച് തന്നെ ഡോക്ടർമാരുടെ സംഘം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് 30% സാധ്യത മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവർ പറയുന്നത്. എന്തായാലും തീറ്റ കഴിച്ചു തുടങ്ങി എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സൈൻ. ഭക്ഷണം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നും അരുൺ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാനൽ തയ്യാറാക്കി, അതായത് വിദഗ്ധ ഡോക്ടർമാരുടെ പാനൽ തയ്യാറാക്കി അവരാണ് ഏത് വിധത്തിൽ ചികിത്സ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. എന്തായാലും മയക്കം കൂടുതൽ, അതായത് പൂർണ്ണമായിട്ടും മയക്കത്തിൽ നിന്ന് മാറിയ ശേഷമായിരിക്കും ആനയ്ക്ക് തുടർ ചികിത്സ നൽകുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിഖിൽ. ദേവിക നേരത്തെ പറഞ്ഞതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഒപ്പം UAE ക്രിക്കറ്റ് മാമാങ്കം ആരംഭിക്കുകയാണ്. UAE ഇനി ക്രിക്കറ്റ് മാമാങ്കത്തിൻ്റെ നാളുകൾ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ആദ്യ പോരാട്ടത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. UAE കിടക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി 2025 ആദ്യ മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. പ്രാദേശിക സമയം 1 മണിക്കാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുക. ഇന്ത്യൻ സമയം 2:30-ക്കാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആരാധകരും ടീമും എത്തിയാൽ മതി. ശക്തരായ എതിരാളികളല്ലെങ്കിലും ബംഗ്ലാദേശിനെ കരുതലോടെ നേരിടാനാവും ഇന്ത്യയുടെ ശ്രമം. എല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഈ മാസം 23-നാണ്. ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തി മിനിറ്റുകൾക്കാണ് വിറ്റ് തീർന്നത്. ഇന്ത്യൻ ആരാധകർ തന്നെയാണ് ടിക്കറ്റുകൾ കൂടുതലായി വാങ്ങിയത്. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യക്ക് ഒരു ഹോം ഗ്രൗണ്ടായി മാറുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 40 ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാരുള്ള ഒരു രാജ്യത്ത് കളി നടക്കുമ്പോൾ ഇങ്ങോട്ട് നിരവധിയായ ക്രിക്കറ്റ് ആരാധകർ, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരം മാർച്ച് 2-ന് ന്യൂസിലാൻഡിനെതിരെയാണ്. അതോടെ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിക്കും. ദുബായിൽ ഇന്ത്യയുടെ 3 മത്സരങ്ങളും, അതായത് പാകിസ്ഥാൻ ഇന്ത്യ കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഇതോടൊപ്പം ആദ്യത്തെ സെമിയും ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. അതിനുശേഷം ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി 2025 ഫൈനലും ദുബായിലായിരിക്കും അരങ്ങേറുക. ക്രിക്കറ്റിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർ ടിക്കറ്റുകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അവർ കളികൾ നടക്കുന്ന ഓരോ ദിവസങ്ങളിലും സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തും. നിറഞ്ഞു കവിയുന്ന ഗ്രൗണ്ടിൽ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ ഇന്ത്യ തന്നെ കപ്പുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. അതുതന്നെ സംഭവിക്കട്ടെ. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ശരി, എന്തായാലും പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.